Good afternoon. ആരും ഇല്ലല്ലോ, രണ്ടുപേരേ ഉള്ളൂ, 3 പേര്. എക്സാം Good afternoon, ma'am. ഗുഡ് ആഫ്റ്റർനൂൺ. എക്സാം ആയതുകൊണ്ടായിരിക്കും, MT4 വരെ എക്സാം അല്ലേ. So it is the best time for you people to do seminar. നിങ്ങൾക്ക് സെമിനാർ എടുക്കാൻ പറ്റിയ സമയമായിരുന്നു കേട്ടോ. ബുക്ക് മറിക്കണ ശബ്ദാണോ വിനീത? മ്യൂട്ട് അറിഞ്ഞിരുന്നില്ല മൈക്ക് ഓൺ ചെയ്തത്. Okay, no problem. Okay, anyway, we can start 2:32 ആയില്ലേ. ഓക്കെ, പ്രെയർ ചെയ്യാൻ ആരെങ്കിലും റെഡിയാണോ? മോഹൻ. Yes. Okay, ma'am. Yeah, please. Okay, ma'am, ഞാൻ ചെയ്യാം. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good God made them all. Each little flower that opens, each little bird that sings, He made their glowing colors, He made their tiny wings. All things bright and beautiful, all creatures great and small, all things wise and wonderful, the good God made them all. Nice. Okay, anyway, we can start. Join ആവട്ടെ, നോ പ്രോബ്ലം. എക്സാം കാരണം പലർക്കും ടെൻഷൻ ഉണ്ടാവും, ഒരു എക്സാമിന്റെ ഒരു ഇതിലായിട്ട്. നമുക്ക് ചെറിയൊരു പോർഷൻ നമ്മള് ലെഫ്റ്റ് ഔട്ട് ചെയ്തിട്ട് വെച്ചിരിക്കണേ അല്ലേ? എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അതായത് അപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമി ഏരിയയിൽ നമുക്ക് ലാസ്റ്റ് ഒരു ടോപ്പിക് ഉണ്ടായിരുന്നു. ആണോ? ശരിയാണോ? ലാസ്റ്റ് ക്ലാസ് അത് പറഞ്ഞങ്ങ് നിർത്തുമായിരുന്നു. പ്ലാന്റേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് എന്നാണ് ടെക്സ്റ്റില്. പക്ഷെ നമ്മൾ അതൊന്ന് കറക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, FIACS എന്നാക്കി. അത് ഓർമ്മയുണ്ടോ? പ്ലാന്റേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം, FIACS. ടീച്ചേഴ്സ് ബിഹേവിയർ ഒക്കെ പറഞ്ഞപ്പോ ഇന്ററാക്ഷൻ, ടീച്ചേഴ്സിന്റെ ഇന്ററാക്ഷൻ തന്നെ വളരെ എന്താ പറയാ, അതിനൊരു ക്വാളിറ്റി വേണം എന്നുള്ളത് ഇന്ന് ആരുടെ ക്ലാസ്സിലായിരുന്നു? MT5 തോന്നുന്നു. MT5 ആരെങ്കിലും ഉണ്ടോ? എനിവൺ ഫ്രം MT5? MT5 ആണ് മാം. പിങ്കി ക്ലാസ്സിലുണ്ടായിരുന്നു ഇന്ന്? ഉണ്ടായിരുന്നു, ക്ലാസ്സിലുണ്ടായിരുന്നു. നമ്മളുടെ ക്ലാസ്സിലെ ആരായിരുന്നു? റീജിയോ ആരോ ഒരു ഇൻസിഡന്റ് പറഞ്ഞില്ലേ? ഇല്ല, ഞങ്ങളുടെ ബാച്ചിൽ പറഞ്ഞിട്ടില്ല. എന്നാ MT9 ഒരു കുട്ടി യെസ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞു വന്നപ്പം നിങ്ങൾക്ക് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ സംസാരിക്കാന്ന് പറഞ്ഞപ്പം വളരെ നമുക്ക് ഭയങ്കര വിഷമം തോന്നുന്ന ഒരു ഇൻസിഡന്റ് ആ കുട്ടി പറഞ്ഞു. അതേസമയം ആ കുട്ടിയോട് നമുക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നുന്ന ഒരു കാര്യം.
3ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് നമ്മുടെ ബാച്ചിലർ ട്രെയിനിയാണ് റീജ അങ്ങനെ എന്തോ പേരെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. 3rd സ്റ്റാൻഡേർഡിൽ പഠിക്കുന്ന സമയത്ത് ആ സ്കൂളില്, അതായത് 1ാം ക്ലാസ്സിൽ എന്തോ, അതായത് ഈ കുട്ടിയെക്കാളും 2 വയസ്സ് താഴെയായിട്ട് ഒരു ഓട്ടിസം ഉള്ള ഒരു മോനുണ്ടായിരുന്നു. ഓട്ടിസം മേ ബി ചെറിയൊരു പെർസെന്റേജ് ആയിരിക്കാം. അതുകൊണ്ടാണ് നോർമൽ സ്കൂളിൽ തന്നെ, പണ്ടൊക്കെ അങ്ങനെയാണല്ലോ, സ്പെഷ്യൽ സ്കൂൾസിലേക്ക് കൊണ്ടുപോകാതെ ഈ സാധാരണ സ്കൂളിൽ തന്നെ ഈ കുട്ടികളെ ചേർക്കുമല്ലോ പാരന്റ്സ്. അപ്പൊ അങ്ങനെ ഈ കുട്ടി അവിടെ ഉള്ളത് അപ്പൊ കാണാറൊക്കെ ഉണ്ട്, എപ്പോഴും അങ്ങനെ കാണാറൊക്കെ ഉണ്ട്. അപ്പൊ ഒരു ദിവസം ഗ്രൗണ്ടില് കുട്ടികളെല്ലാരും കൂടെ ഭയങ്കരമായിട്ട് ഈ കുട്ടിയെ കളിയാക്കി ചിരിക്കുന്നു. അപ്പൊ എന്താണെന്ന് വെച്ച് നോക്കിയപ്പോ കുട്ടിക്ക് ലൂസ് മോഷൻ സംഭവിച്ച് ഡ്രസ്സിലും കാലിലും ഒക്കെ അങ്ങനെ ബുദ്ധിമുട്ടായിട്ട് നിൽക്കുക. ഫസ്റ്റ് സ്റ്റാൻഡേർഡിലാണ് നമ്മുടെ ബാച്ചിലെ ഈ ട്രെയിനിങ് 3ാം ക്ലാസ്സിൽ. അപ്പൊ ഇത് വേഗം എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല. അപ്പം ഈ കുട്ടിക്ക് ഇതിനെ പോയി ഹെൽപ്പ് ചെയ്യണമെന്നുണ്ട്. പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഏജ് ഒന്ന് ആലോചിച്ച് നോക്കൂ, 3rd സ്റ്റാൻഡേർഡിലല്ലേ. ഇത് വേഗം സ്റ്റാഫ് റൂമിൽ ചെന്ന് സ്റ്റാഫ് റൂമിൽ കണ്ട ഒരു ടീച്ചറോട് ഇങ്ങനെ കാര്യം പറഞ്ഞു. ആ ടീച്ചർ പറഞ്ഞ മറുപടി അത് അവന്റെ ക്ലാസ് ടീച്ചറോട് പറയാൻ. അങ്ങനെ പറഞ്ഞു. കുട്ടിക്ക് ആകെ വിഷമായി. ക്ലാസ് ടീച്ചർ ആ ഒരു സമയത്ത് ക്ലാസ് ടീച്ചർ ഏതാന്നും അറിയില്ല, കണ്ടുപിടിക്കാനും അറിയില്ല. ഇത് വേഗം ഈ കുട്ടിയെയും കൊണ്ട് ടോയ്ലറ്റിൽ കൊണ്ടുവന്നിട്ട് അതിനെ വാഷ് ചെയ്തു, നിറയെ വെള്ളമൊക്കെ ഒഴിച്ച് വാഷ് ചെയ്തു. അപ്പോഴേക്കും സ്കൂളിലെ ഒരു സ്റ്റാഫ്, മേ ബി ആയിരിക്കാം, ആയാണ് വേറെ ടീച്ചർ ആരോ വന്നിട്ട് ഏതോ ഒരു കുട്ടിയുടെ പഴയ യൂണിഫോം അവിടെ ഉണ്ടായിരുന്നു, ഒത്തിരി വലുതായിരുന്നു, അത് കൊടുത്തു. ഈ കുട്ടി, നമ്മുടെ ഈ ബാച്ചിലെ ട്രെയിനിങ്, ആ കുട്ടി തന്നെ ഡ്രസ്സെല്ലാം മാറ്റിച്ച് അതിനെ ക്ലീൻ ചെയ്തു എന്ന് പറയുക. അപ്പൊ അവിടെയുള്ള ടീച്ചേഴ്സിന്റെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കും. ഫസ്റ്റ് പോയി അപ്രോച്ച് ചെയ്ത ടീച്ചർ പറഞ്ഞത് അവന്റെ ക്ലാസ് ടീച്ചറോട് പറയും. അപ്പൊ അങ്ങനെ ഒരു ടീച്ചർ, അപ്പൊ അത് എപ്പോഴും ഇങ്ങനെ മനസ്സിലിങ്ങനെ ഹോണ്ട് ചെയ്യുന്ന ഇങ്ങനെ പറയുമായിരുന്നു. എന്നിട്ട് ഇപ്പം ആ പയ്യൻ നല്ല മിടുക്കനൊക്കെ ആയി, വഴിയിൽ വെച്ച് കാണുമ്പോ ചിരിക്കും, കൈയൊക്കെ കാണിച്ച് വിഷ് ചെയ്യുന്നൊക്കെ പറഞ്ഞു, നല്ലപോലെ ഡ്രസ്സൊക്കെ ചെയ്ത് എങ്ങനെ പോകുന്നു. അപ്പൊ അന്ന് ആ കുഞ്ഞിലെ അവന് പറ്റിയ ആ ഒരു അവന് ആ കളിയാക്കുന്നത് മനസ്സിലാകാനുള്ള സെൻസും ഇല്ല, അവന് എന്താണ് സംഭവിച്ചതെന്ന് മനസ്സിലാകാനുള്ള സെൻസും ആ കുട്ടിക്കില്ല. കാരണം അവന്റെ മെന്റൽ ഡെവലപ്മെന്റ് അത്രയല്ലേ ഉള്ളൂ. പക്ഷെ ഇത് കണ്ട് ഈ കുട്ടിക്ക് ഭയങ്കര വിഷമായി. ഇവള് സ്കൂൾ ക്ലാസ് സ്റ്റാഫ് റൂമിൽ ചെന്ന് ഓടിച്ചെന്ന് പറയുമ്പോൾ കിട്ടിയ റെസ്പോൺസ് ആണ് അവന്റെ ക്ലാസ് ടീച്ചറിനോട് പറയുന്നത്. എന്നാൽ ആ ഒരു ടീച്ചർക്ക് വന്ന് ഒന്നും ചെയ്യാനോ ഒന്നും ഒരു മനസ്സ് തോന്നിയില്ല. അതൊക്കെയാണ്. അപ്പൊ ടീച്ചേഴ്സിന്റെ ബിഹേവിയർ ഇറ്റ് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. അവരുടെ ഇന്ററാക്ഷൻ, അവർ പറയുന്ന ഓരോ വാക്കും, അവരുടെ എക്സ്പ്രഷൻ തന്നെ കുട്ടിയെ പല രീതിയിലും സ്വാധീനിക്കുന്നുണ്ട്, ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, അഫക്ട് ചെയ്യുന്നുണ്ട്, പോസിറ്റീവ്ലി ആൻഡ് നെഗറ്റീവ്ലി ഓൾസോ. ചിലപ്പോൾ അൺനോയിങ്ലി ടീച്ചർ അറിയാതെ തന്നെ പല വിഷമങ്ങളും ടീച്ചറുടെ ഭാഗത്തു നിന്നുള്ള ഒരു റെസ്പോൺസ് കൊണ്ട് കുട്ടികളിൽ ഉണ്ടാകുന്നുണ്ട്, അല്ലെ? അപ്പൊ അതൊക്കെ നമ്മള് ടീച്ചേഴ്സിന്റെ ബിഹേവിയർ പറഞ്ഞപ്പോഴായിരുന്നു ഫ്ലാൻഡേഴ്സ് ആ ഒരു അനാലിസിസ് അതിനെ പറ്റി നമ്മൾ പറഞ്ഞത്. അപ്പൊ നമ്മുടെ ടെക്സ്റ്റിൽ അത് പേജ് നമ്പർ 30 ആണ്. പേജ് നമ്പർ 30 നമ്മുടെ ടെക്സ്റ്റിൽ അത് ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് എന്നാണ് കൊടുത്തിരിക്കുന്നത്. അതിനെ നമുക്കൊന്ന് കറക്റ്റ് ചെയ്യാം. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം, FIACS. അന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ അത് കറക്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം. അപ്പോ നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ എന്താ ഇന്ററാക്ഷൻ? വാട്ട് ഈസ് മെൻ ബൈ ഇന്ററാക്ഷൻ? ദിസ് ഫോക്കസ് ബിറ്റ്വീൻ ടീച്ചർ ആൻഡ് സ്റ്റുഡന്റ്, ആ ഒരു കൺസെപ്റ്റില് ഇന്ററാക്ഷൻ എന്താണെന്ന് പറയാം. എന്തുപറ്റി പറയാനാരും? ടീച്ചിങ് എന്ന് പറഞ്ഞാൽ തന്നെ ഇന്ററാക്റ്റീവ് ആയിരിക്കണ്ടേ, ഇന്ററാക്റ്റീവ് പ്രോസസ് ആയിരിക്കണ്ടേ. ഫോർ എക്സാമ്പിൾ, നമ്മളുടെ ടെക്നിക്കൽ ടീം നിങ്ങളെല്ലാരെയും മ്യൂട്ട് ചെയ്തേക്കുക. നിങ്ങൾക്ക് ആർക്കും അങ്ങനെ ചെയ്യാലോ, ഹോസ്റ്റിന് ചെയ്യാലോ, മ്യൂട്ട് ചെയ്യാലോ. ആർക്കും അതൊന്നും ഓണാക്കി സംസാരിക്കാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഇവിടെ ഇരുന്ന് ഇങ്ങനെ പറയുക റേഡിയോ പോലെ, നിങ്ങൾ എന്നെ കേൾക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാൻ പറ്റുന്നില്ല, റെസ്പോണ്ട് ചെയ്യാൻ പറ്റുന്നില്ല, ഡൗട്ട്സ് ചോദിക്കാൻ പറ്റുന്നില്ല. ഓരോ സിറ്റുവേഷൻ നിങ്ങൾ ഫേസ് ചെയ്തത് പറഞ്ഞ് അത് റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങളും മനസ്സിലൂടെ പോകുന്നുണ്ട്. അതൊന്നും പറയാൻ പറ്റാതെ 1 hour ഞാൻ ഇവിടെ നിന്ന് ക്ലാസ് എടുക്കുവാണെങ്കിൽ വാട്ട് യു ഫീൽ? കുറെ പേര് ലെഫ്റ്റ് ആവുമായിരിക്കും ആദ്യം തന്നെ, അല്ലെ? എന്താ ഉണ്ടാവുക? യെസ്,
എന്ത് തോന്നുന്നു? അങ്ങനെയാണ് നമ്മുടെ ക്ലാസ്. ബോറടിക്കും. റെക്കോർഡ് ക്ലാസ് കാണുന്നവരുടെ അവസ്ഥ പോലെ തോന്നുന്നു അല്ലെ? അതുപോലെ ഇരിക്കും അല്ല, അങ്ങനത്തെ ഒരു അവസ്ഥ. അപ്പൊ ശരിക്കും ടീച്ചിങ് ഇറ്റ് സെൽഫ് ഈസ് ആൻ ഇന്ററാക്റ്റീവ് പ്രോസസ്. ഇന്ററാക്ഷൻ അതിന്റെ പറ്റിയുള്ള അനാലിസിസ് ആണ് ഫ്ലാൻഡേഴ്സ് ചെയ്തത്. അപ്പൊ ആ ഒരു ഇന്ററാക്ഷൻ നടക്കണം. ടീച്ചിങ് എന്ന് പറയുന്നത് ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ് ആണ്. ഇന്ററാക്ഷൻ എന്ന് പറയുമ്പോൾ അവിടെ ആരുടെയൊക്കെ പാർട്ടിസിപ്പേഷനാണ് വരുന്നത്? ടീച്ചർ സ്റ്റുഡന്റ് തമ്മിലുള്ള ഇന്ററാക്ഷൻ ആണെങ്കിൽ ടീച്ചറുടെയും വരും, സ്റ്റുഡൻസിന്റെയും വരും അല്ലെ? അത് ചുമ്മാ വർത്തമാനം പറയാനില്ല, ആ പ്രോസസ് ഓഫ് നമ്മളുടെ ആ ലേണിംഗ് പ്രോസസ്സിൽ നടക്കുന്ന പാർട്ടിസിപ്പേഷൻ ആണ്. വിച്ച് യൂണിറ്റ് ഇങ്ങനെ പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഡൗട്ട് തോന്നുന്നു. തേർഡ് യൂണിറ്റ് സെക്കൻഡ് മോഡ്യൂൾ 4 സെക്കൻഡ് യൂണിറ്റിലെ ലാസ്റ്റ് പോർഷൻ നമ്മൾ പറയാനുണ്ട്. അത് പറഞ്ഞു നിർത്തുമായിരുന്നു. ടീച്ചേഴ്സ് ബിഹേവിയർ. എനിക്ക് കിട്ടിയ ടെക്സ്റ്റിൽ 30 ആണ് പേജ് നമ്പർ. ടീച്ചേഴ്സ് ബിഹേവിയർ എന്നും പറഞ്ഞിട്ട് ആ പേജ് നമ്പറിൽ ലാസ്റ്റ് ഒരു പാരഗ്രാഫ് തുടങ്ങുന്നുണ്ട്. അതില് നമുക്കൊരു അനാലിസിസ് ഉണ്ട്. ഫ്ലാൻഡേഴ്സ് അനാലിസിസ് ആണ് നമ്മുടെ ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് ആണ്. അത് നിങ്ങളൊന്ന് കറക്റ്റ് ചെയ്യാം. ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം. അത് വേർഡ്സ് ഒന്ന് ജംബിൾ ആയിട്ട് ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ് ദ കാറ്റഗറീസ് എന്നുള്ളതിന് പകരം ഫ്ലാൻഡേഴ്സ് ഇന്ററാക്ഷൻ അനാലിസിസ് കാറ്റഗറീസ് സിസ്റ്റം ബ്രാക്കറ്റിലെ FIACS. ഓക്കെ. ഇന്ററാക്ഷൻ നടക്കുവാണ് നമ്മൾ തമ്മിലോ അല്ലെങ്കിൽ നിങ്ങളുടെ ഏതെങ്കിലും ഫേവറേറ്റ് ഏതെങ്കിലും ഒരു ടീച്ചർ നിങ്ങൾ പണ്ട് പഠിച്ചതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കോഴ്സ് ചെയ്യുന്നതോ അല്ലെങ്കിൽ നിങ്ങളും കുട്ടികളുമായിട്ടുള്ള ഇന്ററാക്ഷനോ ട്യൂഷൻ എടുക്കുന്നവരുണ്ടാവും, ടീച്ചിങ് പ്രാക്ടീസിന് പോയപ്പോൾ ആ ഇന്ററാക്ഷൻ ഫീൽ ചെയ്തവരുണ്ടാവും. ആ ഒരു ഇന്ററാക്ഷൻ ആ ഒരു പ്രോസസ് നടക്കുമ്പോൾ അവിടെ ശരിക്കും എന്താ സംഭവിക്കുന്നത്? അവിടെ എല്ലാം പറയാനുള്ള ഒരു സ്വാതന്ത്ര്യം കിട്ടുന്നു. ടീച്ചേഴ്സിനോട് പേടിയില്ലാതെ കുട്ടികൾക്ക് സംസാരിക്കാൻ പറ്റും. അവരുടെ ആവശ്യങ്ങൾ എന്താന്നുള്ള കാര്യങ്ങളൊക്കെ ടീച്ചേഴ്സിനോട് പറയാനും ഒക്കെ ശരിയായ രീതിയിൽ പറ്റും. നല്ലൊരു സ്പേസ് നമുക്ക് അവിടെ കിട്ടുവാണ് അല്ലെ? ആ ഒരു ബോണ്ടിങ് ഉണ്ടാവും. അതെ. ടീച്ചർ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ കുട്ടികളെ? ചെയ്യുന്നുണ്ട്. കുട്ടികളും തിരിച്ച് ടീച്ചർക്കും ആ കുട്ടികളുടെ ആ ഒരു ഇത് കിട്ടുന്നുണ്ട്, ഒരു ഇൻഫ്ലുവൻസ് കിട്ടുന്നുണ്ട്. അതൊരു ഗിവ് ആൻഡ് ടേക്ക് പോലെ നടക്കുന്നതാ. ഒരാളെ തന്നെയല്ല കൊടുക്കുന്നത്, ഒരാള് തന്നെയല്ല എടുക്കുന്നത്. ബോത്ത് സൈഡ്സിൽ നടക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ ആ ഒരു ഇൻഫ്ലുവൻസ് നടക്കുന്നുണ്ട് അവിടെ ആ ഒരു ഇന്ററാക്ഷനിൽ. അതുകൂടാതെ കുട്ടികൾ തമ്മിലൊരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ടാവും. ഗ്രൂപ്പ് ഡിസ്കഷൻ, ചിലപ്പോൾ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ട് ടീച്ചർ ഒരു ആക്ടിവിറ്റി കൊടുക്കുന്നു എന്ന് വിചാരിക്കാം. സോ അവര് തമ്മിൽ ഇപ്പൊ നിങ്ങളാണെങ്കിലും ക്ലാസ്സിൽ നിങ്ങളുടെ പേഴ്സണൽ പ്ലാറ്റ്ഫോമിൽ ഡിസ്കസ് ചെയ്യുന്നുണ്ടാവും അല്ലെ? അപ്പൊ അവിടെ കുട്ടികൾ സ്റ്റുഡൻസ് ദംസെൽസ് ആ ഒരു ഇന്ററാക്ഷൻ നടക്കുന്നുണ്ട്. അതുപോലെ പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസ് അല്ലെ? ഏതെങ്കിലും ഒരു കുട്ടി ചിലപ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ ഗൈഡ് ചെയ്തിട്ടുണ്ടാവും, സപ്പോർട്ട് ചെയ്യുന്നുണ്ടാവും. ചിലപ്പോൾ ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതൽ അറിവുള്ള ആള് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ടാവും. കമ്പൈൻ സ്റ്റഡി ഒക്കെ നടക്കുന്ന ഒരു രീതി പോലെ. അപ്പോ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടീച്ചിങ് എന്ന് പറയുന്നത് എവ്രിബഡി ഇന്ററാക്ട്സ്. അല്ലാണ്ട് ഒരാൾ ഒരു പ്ലാറ്റ്ഫോമിന്റെ മുകളിൽ കയറി നിന്നുകൊണ്ട് ഇങ്ങനെ പറയുന്നതല്ല ടീച്ചിങ് എന്ന് പറയുന്നത്. ഇറ്റ് മീൻസ് എവ്രിബഡി ഇന്ററാക്ട്സ്. ക്ലാസ് റൂമിലുള്ള ഓരോരുത്തരും ഇന്ററാക്ട് ചെയ്യുന്നുണ്ട് വിത്ത് എവറി അതർ പേഴ്സൺ ഇൻവോൾവ് ഇൻ ദ പ്രോസസ്. നമ്മുടെ പ്രോസസ് എന്താ? ടീച്ചിങ് പ്രോസസ്. നമുക്ക് അതിനെ ലേണിംഗ് പ്രോസസ് എന്ന് വിളിക്കാം. ടീച്ചിങ് പ്രോസസ് എന്നുള്ളതിനേക്കാളും ഏറ്റവും ആപ്റ്റ് ആയിട്ട് എനിക്ക് തോന്നുന്നത് ലേണിംഗ് പ്രോസസ്സാണ്. അവിടെ സ്റ്റുഡൻസ് ഉണ്ട്, ടീച്ചറുണ്ട്. ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. ടീച്ചർ പറയുന്ന പല കാര്യങ്ങളും സ്റ്റുഡൻസിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് പറയുന്ന പല കാര്യങ്ങളും ടീച്ചറിനെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. സ്റ്റുഡൻസ് തമ്മിൽ ഇന്ററാക്ട് ചെയ്യുന്നു. അവര് തമ്മിലൊരു പീർ ഗ്രൂപ്പ് ഇൻഫ്ലുവൻസും ഉണ്ട്. എല്ലാം നടക്കുന്നു അവിടെ ഒരു ബോണ്ടിങ് ഫോം ചെയ്യുന്നു. അവിടെ ഒരു സ്പേസും ഉണ്ട്. എന്തും തുറന്ന് സംസാരിക്കാനും ഡിസ്കസ് ചെയ്യാനായിട്ട് പറ്റും. ഇവിടെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം, ക്രിട്ടിസൈസ് കുട്ടികൾക്ക് ഡൗട്ട് ചോദിക്കാം അല്ലെ? ടീച്ചർ മാത്രമല്ല ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ആള്. ശരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഡിസേർവിംഗ് പേഴ്സൺ ഞാൻ പറയുവാണെങ്കിൽ സ്റ്റുഡൻസ് തന്നെയാണ്. ടീച്ചർക്ക് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള അത് ചാൻസ് വളരെ ലെസ് എന്നുള്ള രീതിയിലാണ് കാണുന്നത്.
അപ്പൊ അതുകൊണ്ട് ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള ഏറ്റവും ഡിസേർവിംഗ് പേഴ്സൺ സ്റ്റുഡൻസ് തന്നെയാണ്. പിന്നെ ക്രിട്ടിസൈസ് ചെയ്യാം. ടീച്ചർ പറയുന്ന ഒരു കാര്യം ഇറ്റ്സ് നോട്ട് റൈറ്റ്, ദിസ് ഇസ് ദ റൈറ്റ് വേ എന്ന് പറയുന്നുണ്ട് യാതൊരു കുഴപ്പമില്ല. രണ്ടുപേരും കൂടെ അത് സംസാരിച്ച് സോർട്ട് ഔട്ട് ചെയ്ത് അത് ഒരു റൈറ്റ് എന്നുള്ള രീതിയിൽ എത്തും. പിന്നെ ഗിവിംഗ് ഡിറക്ഷൻസ്, എന്തെങ്കിലും ഒരു പ്രോഗ്രാം ചാർട്ട് ചെയ്യുമ്പോഴോ പ്രോജക്റ്റ് ചെയ്യുമ്പോഴോ ഗൈഡായിട്ട് ഓക്കെ. അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇന്ററാക്റ്റീവ് സെഷൻസിലൂടെ നടക്കുന്നത്. അപ്പൊ അതാണ് ഫ്ലാൻഡർ പറഞ്ഞത്, ആ ഒരു ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ്. ടീച്ചിങ് പ്രോസസ് എന്നതിനേക്കാൾ ലേണിംഗ് പ്രോസസ്സിൽ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ ദ ടീച്ചർ ആൻഡ് സ്റ്റുഡൻസ് ആൻഡ് ബിറ്റ്വീൻ ദ സ്റ്റുഡൻസ് ഓൾസോ. ഓക്കെ, ഇതിനകത്ത് നമ്മൾക്ക് ആ അനാലിസിസിൽ പല പോയിന്റ്സ് പറയുന്നുണ്ട്. അതിൽ ഫസ്റ്റ് വണ്ണായിട്ട് ഫ്ലാൻഡർ പറഞ്ഞിരിക്കുന്നത് ആക്സെപ്റ്റ്സ് ഫീലിങ്സ് ആണ്. അവിടെ സ്പെല്ലിംഗ് തെറ്റാണ്, ഫീലിങ്സ്, അത് കറക്റ്റ് ചെയ്യണം. ലാസ്റ്റ് ക്ലാസ്സിൽ കറക്റ്റ് ചെയ്തു എന്നാണ് എൻ്റെ ഒരു ഓർമ്മ. കാറ്റഗറി 1 ആയിട്ട് പറയുന്നത് ആക്സെപ്റ്റ്സ് ഫീലിങ്സ് അല്ലെ. നമുക്കറിയാം എവറി ഇൻഡിവിജ്വൽ ഈസ് യൂണീക്ക്. പഠിച്ചിട്ടുണ്ട്, ഓരോ ഇൻഡിവിജ്വലും യൂണീക്കാണ്. അതിപ്പോ ടീച്ചർ ആയാലും ശരി, സ്റ്റുഡൻസ് ആയാലും ശരി, പ്രധാനമന്ത്രി ആയാലും ശരി, പ്രസിഡന്റ് ആയാലും ശരി, ഓരോ ഇൻഡിവിജ്വലും യൂണീക്കാണ്. ഓരോരുത്തരുടെ ഫീലിങ്സ് അവർ എക്സ്പ്രസ് ചെയ്യുന്ന വേ ഡിഫറെന്റ് ആയിരിക്കും. അവർ ഇമോഷൻസ് കൺട്രോൾ ചെയ്യുന്ന രീതി ഡിഫറെന്റ് ആയിരിക്കും. സ്ട്രെസ് മാനേജ് ചെയ്യുന്നത് എന്നെ കൊണ്ട് പറ്റാമെങ്കിൽ എന്നെ കൊണ്ട് നിനക്ക് പറ്റില്ലേ, ആ ഒരു ചോദ്യമേ തെറ്റാണ്. എന്റെ സ്ട്രെസ് അത് എന്റെ സ്ട്രെസ്, വേറൊരാൾ അനുഭവിക്കുന്നത് അയാളുടെ ഫീലിങ്സ്. നമ്മൾ എംപത്തറ്റിക് ആവുക വേണ്ടത്. കൈ മുറിഞ്ഞു, ഐ ഡിഡൻ ഫീൽ എനി പെയിൻ, എനിക്ക് വലിയ പെയിൻ എന്ന് തോന്നില്ല, ഓ നിസ്സാരം ഞാൻ വിചാരിക്കും. പക്ഷെ ഇതേ മുറിവ് വേറൊരാൾക്ക് ഭയങ്കര പെയിൻഫുൾ ആയിട്ട് അയാൾക്ക് ഫീൽ ചെയ്യുക, ഭയങ്കര വിഷമം വരിക. കളിയാക്കാൻ പാടുണ്ടോ? എനിക്ക് പറ്റി, എനിക്കൊരു പ്രോബ്ലം ഇല്ല. സോ ഡോണ്ട് ജഡ്ജ് ലൈക്ക് ദാറ്റ്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. സോ എംപത്തറ്റിക് ആയിരിക്കണം. ഓ ഹീസ് ഫീലിംഗ് ടു മച്ച് പെയിൻ, അതും നമ്മൾ മനസ്സിലാക്കണം. കാര്യം ശരിയാ, ഒരേപോലെ കൈ മുറിഞ്ഞു, ബട്ട് അവൻ എന്തോ ഇത്തിരി ബുദ്ധിമുട്ട് കൂടുതൽ. ആക്സെപ്റ്റ്സ് ഫീലിങ്സ്, ഇതില് കുട്ടികളുടെ ഫീലിങ്സ് ടീച്ചർ ആക്സെപ്റ്റ് ചെയ്യും. പിന്നെ ആ ഒരു ഫീലിങ്സ് എക്സിബിറ്റ് ചെയ്യാനുള്ള ഒരു ഫ്രീഡം കുട്ടികൾക്ക് വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസ് ടീച്ചറാണ് സപ്രസ് ചെയ്യരുത്, ലൈക്ക് അങ്ങനെയല്ല. ഈ ഫീലിങ്സ് പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം. ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു എനിക്ക് ഡൗട്ട് ഉണ്ട്. ഞാൻ എൻ്റെ ഒരു സാറിന്റെ കാര്യം, മാണിക്കക്കല്ല് സിനിമയായിരുന്നു, സുജാത പറഞ്ഞിരുന്നു. മാണിക്കക്കല്ല് സിനിമ എന്ന് പറഞ്ഞപ്പോൾ സാറൊക്കെ ചെയ്ത ഇന്റർവെൻഷൻ ആണെന്ന് പറഞ്ഞു. അവിടെ സാറിനെ കൂകി വിളിച്ചു. പക്ഷെ സാർ ആ സ്കൂളിലേക്ക് തിരിച്ചു വന്നു. കുട്ടികളെ നല്ല റിസൾട്ട് ആകണം, അവർക്ക് നല്ലൊരു ലൈഫിലേക്ക് കൊണ്ടുവരണം. സാറിനെ കളിയാക്കി വിട്ടിയ സ്ഥലമായിട്ട് കൂടി സാർ ആ കുട്ടികളുടെ ഫീലിങ്സ് സാർ ഉൾക്കൊണ്ടു. അതുകൊണ്ടാണ് സാറ് തിരിച്ചു വന്ന് ആ സ്കൂളിന് വേണ്ടിയിട്ട് നല്ലത് ചെയ്യാനായിട്ട് തുടങ്ങിയത്. ആ കൂവലാണ്. കുട്ടികൾ സാറിനെ കളിയാക്കി, അതൊരു ശരിക്കും നെഗറ്റീവ് ആയിട്ടുള്ള ഫീലിംഗ് ആയിട്ടും കൂടി സാർ അതിനെ പോസിറ്റീവ് ആക്കി എടുത്ത് ഇന്റർവെൻഷൻ ചെയ്യുകയാണ് ചെയ്തത്. സോ അതാണ് ആക്സെപ്റ്റ്സ് ഫീലിങ്സ്. നെക്സ്റ്റ്, പ്രൈസ് ഓർ എൻകറേജ്മെന്റ് അല്ലെ. കുട്ടികളുടെ ബിഹേവിയറിനെ പലപ്പോഴും നമ്മൾ മോണ്ടിസോറി മെത്തേഡിൽ നമ്മൾ പറഞ്ഞു റിവാർഡ്സ് ആൻഡ് പണിഷ്മെന്റ് വേണ്ട, ബട്ട് അപ്രീസിയേഷൻ അത് ഒരു പ്രോബ്ലം ഇല്ല. ബട്ട് നമ്മൾ എപ്പോഴും കെയർ ചെയ്യേണ്ടത് മറ്റു കുട്ടികളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യാത്ത രീതിയിൽ നമുക്ക് അപ്രീഷിയേറ്റ് ചെയ്യാം. ഓക്കെ, സോ ഇവിടെ പ്രൈസ് ഓർ എൻകറേജ്മെന്റ്, ആ ഒരു എൻകറേജ്മെന്റ്. ഫോർ എക്സാമ്പിൾ, നിങ്ങൾക്കൊക്കെ ഫസ്റ്റ് അസൈൻമെന്റ് തന്ന സമയത്തെ ഓരോരുത്തരിങ്ങനെ അസൈൻമെന്റ് ചെയ്തിട്ട് മിസ് ഞാൻ ചെയ്തതൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കൂ, ഞാൻ ചെയ്തതൊന്ന് കറക്റ്റ് ആണോ എന്ന് നോക്കൂ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പേഴ്സണലി അയച്ചു തരായിരുന്നു ആ ഒരു ടൈമില്. സോ ദാറ്റ് ഇസ് നമ്മളുടെ എല്ലാവരുടെയും മനസ്സിൽ ആ ഒരു ഇന്നർ ചൈൽഡ് ഉണ്ടല്ലേ. നമ്മൾ എത്ര വലുതായിട്ട് പഠിച്ചാലും നമുക്ക് ആ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ നമ്മൾ ചെയ്ത വർക്കിന്റെ എഫേർട്ടിന് അപ്രീസിയേഷൻ, അല്ലാതെ വെറുതെ കിട്ടുന്നതിനോടൊന്നും അത്ര താല്പര്യം നമുക്ക് തോന്നില്ല. നമ്മൾ തന്നെത്താനെ ചെയ്ത ചെറിയൊരു ക്രാഫ്റ്റ് വർക്ക്, അങ്ങനെ ആ ഒരു അപ്രീസിയേഷൻ കിട്ടുമ്പോൾ ഒരു സന്തോഷമല്ലേ. സോ ദാറ്റ് ഇസ് പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. ഇവിടെ അതിനെ പ്രൈസസ് ഓർ എൻകറേജസ്, ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് സ്റ്റുഡന്റ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ കൊടുത്തിട്ടുണ്ട്. നമുക്കത് തേർഡ് കാറ്റഗറി ആയിട്ട് തന്നെ മാറ്റാം. അതായത് ഫസ്റ്റ് കാറ്റഗറി ആക്സെപ്റ്റ്സ് ഫീലിങ്സ്, അത് ക്ലിയർ ആയല്ലോ. സെക്കൻഡ് കാറ്റഗറി പ്രൈസ് ഓർ എൻകറേജ്മെന്റ്, അല്ലെങ്കിൽ പ്രൈസസ് ഓർ എൻകറേജസ്. തേർഡ് കാറ്റഗറി ആയിട്ട് നിങ്ങൾ അവിടെ 3 ഒന്ന് മാർക്ക് ചെയ്തു. ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് pupils and the student.
കാറ്റഗറി 1 accepts feelings, കാറ്റഗറി 2 praise or encouragement അല്ലെങ്കിൽ praises or encourages, കാറ്റഗറി 3 accepts or uses ideas of student. അത് കഴിഞ്ഞിട്ട് അടുത്തിരിക്കും. അപ്പൊ അതൊരു ഇതാണ്. ഇറ്റ്സ് വെരി ഗുഡ്, ബെറ്റർ, കറക്റ്റ്, എക്സലന്റ്, വെൽ ഡൺ, ക്യാരി ഓൺ, കീപ് ഗോയിങ് അങ്ങനെയൊക്കെ പറയുന്ന ആ ഒരു വേർഡ് ഇല്ലേ, ഭയങ്കര പോസിറ്റീവായിട്ട് ടീച്ചർമാർ പറയുന്ന വേർഡ്. അത് കേൾക്കുമ്പോ തന്നെ എന്തോ ഒരു നമ്മളെന്തോ വലിയ കാര്യം കിട്ടിയപ്പോൾ നമുക്കൊരു ഫീല് വരും. ഇപ്പൊ എക്സാംസ് കുറെ പേര് എഴുതുന്നുണ്ട്. അയ്യോ, ഒരു ഇങ്ങനെ വരുന്ന മെസ്സേജ് ആണ്, ഈ ക്വസ്റ്റ്യന്റെ ആൻസർ ഒന്ന് പറയാമോ? കൺഫ്യൂഷൻ ആയിട്ട് ചോദിക്കുകയാണ്. ആൻസർ പറയുമ്പോൾ ഓ അതെനിക്ക് തെറ്റിപ്പോയി, ഭയങ്കര ഡൗൺ ആയിപ്പോയി. ഓക്കെ, നോ വെറീസ് അങ്ങനെ പറഞ്ഞു വിടും. ചിലർ അയ്യോ ഇതെനിക്ക് തെറ്റിപ്പോയി, ഇതിന്റെ ആൻസർ എന്താ മിസ്? നമുക്ക് തെറ്റിയിട്ടില്ല, അത് കറക്റ്റ് ആൻസർ ആണെന്ന് എന്തൊരു സന്തോഷം. അപ്പൊ അതൊക്കെയാണ് ലൈക്ക് ആ ഒരു അങ്ങനെ പറയുമ്പോൾ ബെറ്റർ, കറക്റ്റ്, എക്സലന്റ്, വെൽ ഡൺ, കീപ് ഗോയിങ് എന്നൊക്കെ പറഞ്ഞ് നമ്മള് കുട്ടികളെ നമ്മള് പ്രോത്സാഹിപ്പിക്കില്ലേ? സ്പോർട്സ് ഇവന്റ് ഒക്കെ നടക്കുമ്പോഴേക്കും ഭയങ്കര ഒരു നമ്മളുടെ അടുത്തുനിന്നൊരു ഭയങ്കര ഒരു സപ്പോർട്ടും ഇതൊക്കെ കിട്ടുമ്പോഴേക്കും, എൻകറേജ്മെന്റ് ഒക്കെ കിട്ടുമ്പോഴേക്കും ഭയങ്കര ഓട്ടവും ചാട്ടവും ഒക്കെ ആയിരിക്കും. ക്ഷീണമൊന്നും അവിടെ പ്രശ്നം ഉണ്ടാവില്ല കുഞ്ഞുങ്ങൾക്ക്. നെക്സ്റ്റ് വലിയ ആൾക്കാരാണെങ്കിലും കാറ്റഗറി 3 ആ സെക്കൻഡ് പോയിന്റിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ടുണ്ട്. കാറ്റഗറി 1 ആണ് പ്രൈസസ് ഓർ 2 ആണ് പ്രൈസസ് ഓർ എൻകറേജസ്, പ്രൈസ് ഓർ എൻകറേജ്മെന്റ്. കാറ്റഗറി 3 ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് സ്റ്റുഡന്റ്. ഞാൻ ക്ലാസ് എടുക്കാൻ തുടങ്ങിയ സമയത്തെ മോണ്ടിസോറി ക്ലാസ്സസ്, അതായത് ഞാനൊരു 8 years ബാക്ക് പഠിച്ചിട്ട് ഞാൻ മോണ്ടിസോറി ട്രെയിനർ ആയിട്ട് വരുവാ. മോണ്ടിസോറി സ്കൂളിൽ ഫെസിലിറ്റേറ്റർ ആയിട്ടല്ല പോയത്, ട്രെയിനർ ആയിട്ട് വരുമ്പോൾ ഞാൻ പഠിച്ച കാര്യങ്ങൾ അപ്ലൈ ചെയ്യാൻ മീൻസ് വേറെ മറ്റുള്ളവർക്ക് ഞാൻ പകർന്നു കൊടുക്കാൻ വരുവാണല്ലോ. അങ്ങനെ പല ക്ലാസ്സസ് എടുത്ത സമയത്ത് ഈവൻ ഇപ്പോഴും എനിക്ക് എല്ലാവരും പേഴ്സണലി മെസ്സേജ് അയക്കും, മിസ് ഇത് ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു, അങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. ചിലപ്പോൾ ക്ലാസ് റൂമിൽ പറയൂ കേട്ടോ, ഇങ്ങനെ ചെയ്താൽ നന്നായിരുന്നു. സോ ദാറ്റ് ഇസ് യൂസസ് ഐഡിയ. ഞാൻ അതെല്ലാം ആക്സെപ്റ്റ് ചെയ്യും. ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് പീപ്പിൾസ്. ഓക്കെ, അത് അപ്പൊ അതുമുണ്ട്. അപ്പൊ അവിടെ ശരിക്കും ടീച്ചറും കുട്ടിയും എല്ലാം ഒരേ ലെവലിൽ നിൽക്കുക, പരസ്പരം ഒരു ഗിവ് ആൻഡ് ടേക്ക് ആൻഡ് റെസ്പെക്ട് ഓൾസോ. ആ ഒരു രീതിയിലാണ് കുട്ടികളുടെ ഐഡിയാസ്. മിസ് നമുക്ക് ഇങ്ങനെ ചെയ്താൽ നന്നായിരിക്കും, പക്ഷെ അത് പറയാനുള്ള ഒരു സ്പേസ് ഉണ്ടാകണം ആ ഒരു ടീച്ചറും കുട്ടിയും തമ്മിലല്ലേ. ടീച്ചർ ഭയങ്കര ഡോമിനന്റ് ഇൻഫ്ലുവൻസർ ആയിട്ട് നിൽക്കുവാണ്, കുട്ടി താഴെയാണെങ്കിൽ കുട്ടികൾ മടിക്കും, പറയാനായിട്ട് മടിക്കും. അവർക്ക് ആ ഒരു നമ്മുടെ കാറ്റഗറി 1 ആക്സെപ്റ്റ്സ് ഫീലിങ്സ് ഉണ്ടെങ്കിലാണ് ഈ പറഞ്ഞ കാറ്റഗറി 3 വർക്ക് ആവുള്ളൂ. ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് പീപ്പിൾസ്. ഇവിടെ കുട്ടികളുടെ ഐഡിയാസ് ആക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് കാറ്റഗറി 4 ആസ്കിങ് ക്വസ്റ്റ്യൻസ്. ഞാൻ പൊതുവെ ക്ലാസ്സസ് എടുക്കുന്ന സമയത്ത് ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല അങ്ങനെ. ബട്ട് നിങ്ങൾ ചോദിക്കും, വൈവയ്ക്ക് ചോദിക്കുന്നോ? വൈവയ്ക്ക് ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുന്നതായിട്ട് ഇവിടെ ആർക്കെങ്കിലും ഫീൽ ചെയ്യുന്നുണ്ടോ? വൈവ അറ്റൻഡ് ചെയ്ത ആർക്കെങ്കിലും? കാരണം എന്റെ ഒരു കൺസെപ്റ്റ് അനുസരിച്ച് ക്വസ്റ്റ്യൻ ചോദിക്കാനായിട്ട് ഏറ്റവും ഡിസേർവിംഗ് ആയിട്ടുള്ളത് മുമ്പിലിരിക്കുന്ന സ്റ്റുഡൻസ് ആണെന്ന് വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പൊ ഏത് ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളപ്പോഴും, ഏത് ടൈപ്പ് ക്ലാസ് എടുക്കാൻ പോയിട്ടുള്ളപ്പോഴും I make them to ask questions. അവരെ കൊണ്ട് ക്വസ്റ്റ്യൻ ചോദിപ്പിക്കലായിരുന്നു പരിപാടി. സോ ആസ്കിങ് ക്വസ്റ്റ്യൻസ് അബൌട്ട് ആ ഒരു കണ്ടന്റ്. ഇപ്പൊ ടീച്ചറുടെ ടോപ്പിക് എടുത്തു, കുട്ടികൾക്ക് നമ്മൾ പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ ഞാനൊന്നും ടീച്ചർമാരോട് ഡൗട്ട് ചോദിക്കാറില്ല കേട്ടോ, ഭയങ്കര പേടിയും മടിയുമായിരുന്നു. ബട്ട് ഈ ഒരു ഇന്ററാക്റ്റീവ് പ്രോസസ്, അതായത് ഈ ലേണിംഗ് പ്രോസസ്, അവിടെ നല്ല രീതിയിൽ ഇന്ററാക്ഷൻസ് നടക്കുമ്പോൾ ഈ ക്വസ്റ്റ്യൻ ചോദിക്കാനുള്ള മടി സ്റ്റുഡൻസിന്റെ മാറും. അവര് ഡെഫിനറ്റ്ലി ദേ വിൽ കം ഫോർവേഡ് ആൻഡ് ക്വസ്റ്റ്യൻസ്. അങ്ങനെ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ ഇന്ററാക്റ്റീവ് സെഷൻ കുറച്ചുകൂടെ സ്ട്രോങ് ആകും. അവിടെ ക്ലാരിറ്റി കൂടും, എടുക്കുന്ന ടോപ്പിക്കിനെ കുറിച്ചും കണ്ടന്റിനെ കുറിച്ചും ക്ലാരിറ്റി കൂടും. ഇറ്റ്സ് വെരി നീഡഡ് കാറ്റഗറി അല്ലെ ആസ്കിങ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരും എന്തൊന്നും ഇണ്ടാത്തെ? മാം അതിനൊരു എക്സാമ്പിൾ പറയാൻ കേക്കുമായിരുന്നു. ആണോ? ഞാൻ
ഫോർത്ത് വരെയുള്ള ഒരു സ്കൂളിൽ ക്ലാസ് എടുക്കുന്നുണ്ടായിരുന്നെ. പിന്നെ എന്റെ മെയിൻ സുവോളജി ഒക്കെ തന്നെയാണ്. പിന്നെ വെയിൽസ് മാമൽസ് ആണെന്നൊക്കെ അറിയാം. അപ്പം മാമൽസിന്റെ ടോപ്പിക് എടുക്കുമ്പോൾ ഫീഡ് ദം വിത്ത് മിൽക്ക് പറയുമ്പോൾ കുട്ടികൾ എന്നോട് ചോദിച്ചു വെയിൽസ് അപ്പൊ എവിടെയാണ് അതിന്റെ ഫീഡ് ചെയ്യുന്ന ഭാഗം എവിടെയാണെന്ന്. ശരിക്കും എനിക്കറിയില്ല. ഞാൻ പറഞ്ഞത് ക്ലിയർ ചെയ്തിട്ട് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് നെറ്റിൽ പോയി നോക്കിയപ്പോ ഈ കുട്ടികൾ വെയിൽസിന്റെ കുട്ടികൾ അതിന്റെ ബോഡീന്റെ അടിയിൽ വന്ന് ഒരു ടച്ച് ചെയ്യുന്ന സമയത്ത് അവിടെ നിന്ന് മിൽക്ക് ചെയ്യും വരുന്ന പറഞ്ഞത്. അപ്പൊ കുട്ടികൾ കാരണമാണ് ഞാനത് നോക്കിയത്. ആ ഭാഗത്തേക്കേ നോക്കണം എന്ന് വിചാരിച്ചതൊന്നുമല്ല. പക്ഷെ കുട്ടികളൊരു ഡൗട്ട് ചോദിച്ചപ്പോഴാണ് ഞാൻ അതിനെ പറ്റിയിട്ട് സെർച്ച് ചെയ്ത് നോക്കിയത്. അപ്പൊ കുട്ടികളെ നമുക്കും പഠിക്കാൻ പറ്റും കുറെ കാര്യങ്ങൾ. നമ്മുടെ മുന്നിലിരിക്കുന്ന ഓരോ കുട്ടിയും ഓരോ പാഠപുസ്തകങ്ങളാണ്. ദീപയ്ക്കും സെയിം എക്സ്പീരിയൻസ് പറയേണ്ടത്. നമുക്ക് അറിയില്ല എന്ന് അവരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഭയങ്കരമായിട്ട് ആക്സെപ്റ്റ് ചെയ്യും. അതേപോലെ സമയം അറിയാതിരുന്നിട്ട് നമ്മൾ ഇത്തിരി അത് നമ്മളും ഉൾക്കൊള്ളുന്നില്ല, അവരോടും അറിയില്ല എന്നുള്ള കാണിക്കാനും മടി കാണിക്കുമ്പോഴാണ് കുട്ടികൾക്ക് നമ്മളിലുള്ള ഒരു വിശ്വാസം നഷ്ടപ്പെടുന്നത്. ഐ ഡോണ്ട് നോ, ഞാൻ പോയി റെഫർ ചെയ്തിട്ട് പറയാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് വളരെ ഹാപ്പിയാണ്. എനിക്ക് കുറെ എക്സ്പീരിയൻസ് ഉണ്ടായിട്ടുള്ളതാണ്. കാരണം ഞാനിങ്ങനെ പോളിടെക്നിക്കിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഭയങ്കര സ്റ്റുഡിയസ് ആയിട്ടുള്ള ഒരു പയ്യനുണ്ടായിരുന്നു ക്ലാസ്സിൽ. ടെക്നിക്കലി അവൻ ഭയങ്കര സൗണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പഠിപ്പിക്കുന്ന സ്റ്റാഫിനേക്കാളും അവൻ ഭയങ്കര ഇന്റലക്ച്വൽ ആണ്. അപ്പൊ അറിയാം കാരണം ഇവൻ ക്ലാസ്സിൽ ഇരിക്കുന്നത് ഇവന് പഠിക്കാൻ വേണ്ടി വന്ന് ക്ലാസ്സിൽ ഇരിക്കുകയല്ല, നമ്മളെ കഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വരിക, നമ്മളെ ക്വസ്റ്റ്യൻ ചോദിച്ച് ഇറിറ്റേറ്റ് ചെയ്ത് കഷ്ടപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശത്തിൽ വരുന്നതാണ്. ഒരു ആദ്യമൊക്കെ ചോദിക്കുമ്പോൾ നമ്മളെല്ലാം ക്ലിയർ ചെയ്ത് പറഞ്ഞു കൊടുക്കും. അപ്പൊ നെക്സ്റ്റ് ഡേ അവൻ കൂടുതൽ ടഫ് ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്ത് വരിക. അവനത് അറിയാഞ്ഞിട്ടല്ല, നമ്മളെ ബുദ്ധിമുട്ടിക്കാൻ വരുന്നതെന്ന് എല്ലാ സ്റ്റാഫിനും അറിയാം. അങ്ങനെ നെക്സ്റ്റ് ഡേ ഇവന് ഇതുപോലെ ഭയങ്കര കുറെ ക്വസ്റ്റ്യൻ ചോദിച്ചു, നമ്മളത് ക്ലിയർ ചെയ്ത് കൊടുത്തു. അതൊക്കെ ഞാൻ ചോദിച്ചത് എനിക്ക് മനസ്സിലായില്ല, എനിക്കത് അറിയില്ലാത്തൊരു ഏരിയ ആയിരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഹോൾ ക്ലാസ് 60ഓളം സ്റ്റുഡൻസ് ഉണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞു എനിക്കത് അറിയില്ല, ഞാനത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പറയാം, എനിക്കൊരു ദിവസം സമയം തരുമെന്ന് ചോദിച്ചു. അതോടുകൂടി അവന്റെ ആ ഒരു അഹങ്കാരം കുറഞ്ഞു. കാരണം ബാക്കി സ്റ്റാഫൊന്നും അവനെ അങ്ങനെ മൈൻഡ് ചെയ്യില്ല. അത് നീ അങ്ങനെ ഒഴുക്കൻ മട്ടില്ല പറഞ്ഞു പോയത്. ഞാൻ പറഞ്ഞത് ഐ എം വെരി സോറി, എനിക്കിത് അറിയില്ല കേട്ടോ, ഞാൻ നോക്കിയിട്ട് മനസ്സിലാക്കിയിട്ട് വന്ന് പറഞ്ഞു തരാമെന്ന്. പിന്നെ അവൻ ക്ലാസ്സിൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടില്ല. അതുകൊണ്ട് കാര്യം ഈ ആസ്കിങ് ക്വസ്റ്റ്യൻസിലെ നമ്മളെ കഷ്ടപ്പെടുത്താനായിട്ട് അങ്ങനെ ചില കുട്ടികൾ ഉണ്ട്. ആ കുട്ടി ഇപ്പൊ അവൻ എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ എവിടെയാലും അവൻ നല്ല നിലയിലായിരിക്കും കേട്ടോ. കാരണം അത്രയ്ക്ക് നോളജ് അവൻ എല്ലാ ഏരിയയെ കുറിച്ചും. എനിക്ക് ഭയങ്കര റെസ്പെക്ട് തോന്നിയിട്ടുണ്ട് അവന്റെ ആ നോളജ് വെച്ചിട്ട് മനസ്സിലാക്കിയിട്ട്. അവൻ അന്നൊരു 17 years, എനിക്കന്ന് 24 years. ആ ഒരു ഡിഫറൻസ് ആയിരുന്നു. ഏത് യൂണിറ്റ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരിക്കുന്നത്? നമ്മള് കഴിഞ്ഞ ചാപ്റ്ററിൽ നമ്മള് ഒരു ടോപ്പിക് എടുക്കാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്നു വിനീത. അതായത് ആപ്ലിക്കേഷൻ ഓഫ് എഡ്യൂക്കേഷൻ മാനേജ്മെന്റ് ഇൻ അക്കാദമിക് ഏരിയാസ് ആയിരുന്നു നമ്മൾ എടുത്തുകൊണ്ടിരുന്നത്, യൂണിറ്റ് 2. അതിലെ ലാസ്റ്റ് ടോപ്പിക് എന്റെ ടെക്സ്റ്റ് പേജ് നമ്പർ 30 30. അതിലൊരു ഫ്ലാൻഡേഴ്സ് സിസ്റ്റം ഓഫ് ഇന്ററാക്ഷൻ അനാലിസിസ്. നിങ്ങൾക്ക് ഇത് വേണമെങ്കിൽ വെറുതെ പറഞ്ഞു പോയാൽ മതി, പക്ഷെ ആസ് എ ടീച്ചർ, ഒരു ഫെസിലിറ്റേറ്റർ എന്നുള്ള രീതിയിൽ ഈ അനാലിസിസ് ഒന്ന് അറിയണം. ആ ഇന്ററാക്ഷൻ പ്രോസസ് എങ്ങനെയായിരിക്കണം എന്നൊന്ന് അറിയേണ്ടത് കൊണ്ടാണ് ഞാൻ ഡേറ്റ കുറച്ചധികം കളക്ട് ചെയ്തു, അതൊന്ന് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട്. അപ്പോ യൂണിറ്റ് 2 ആണ്, 4th മോഡ്യൂളിലെ ലാസ്റ്റ് പാർട്ടാണ്. പേജ് നമ്പർ 30 ആണ് എൻ്റെ. നിങ്ങളുടേത് അതായിരിക്കണം. ടീച്ചേഴ്സ് ബിഹേവിയർ എന്ന് പറഞ്ഞിട്ടൊരു ടോപ്പിക് ഉണ്ട്. അതില് ടീച്ചേഴ്സ് ബിഹേവിയറിനെ കുറിച്ച്, എന്താണ് ആ ടീച്ചിങ് പ്രോസസ്സിൽ ശരിക്കും നടക്കേണ്ടതെന്നുള്ളതാണ് ശരിക്കും ഫ്ലാൻഡറിന്റെ അനാലിസിസ്. ഫ്ലാൻഡർ എന്ന് പറഞ്ഞ അയാളുടെ അനാലിസിസ്, അദ്ദേഹം അത് പലതായിട്ട് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. ആ കാറ്റഗറി ഓരോന്നുമാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ഇന്ററാക്ഷൻ ആണ് ടീച്ചറും കുട്ടികളും തമ്മിൽ വേണ്ടതെന്ന് പറയുമായിരുന്നു. ഇന്ററാക്ഷൻ പ്രോസസ് ആണ് ശരിക്കും ലേണിംഗ് പ്രോസസ്. അല്ലാതെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ടീച്ചർ കുറെ ഇങ്ങനെ പറയണു, കുട്ടികൾ കേട്ടുകൊണ്ടിരിക്കുന്നു എന്ന് മാത്രമല്ല, അവർ തിരിച്ച് റെസ്പോണ്ട് ചെയ്യുന്നു, അവർ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നു, അവര് ചിലപ്പോ അവരുടെ ഐഡിയാസ് പറയും, അവരുടെ ഫീലിങ്സ് എക്സ്പ്രസ് ചെയ്യുക. അതിനെല്ലാം ടീച്ചർ എങ്ങനെ തിരിച്ച് റെസ്പോണ്ട് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. ഫസ്റ്റ് വൺ, ടീച്ചേഴ്സ് ആക്സെപ്റ്റ് ഫീലിങ്സ് ആയിരുന്നു. ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യുക, കുട്ടികളുടെ രീതികൾ എന്ത് തന്നെയാലും ആ ഒരു ഫീലിങ്സ് ആക്സെപ്റ്റ് ചെയ്യാനായിട്ട് പറ്റണം. പിന്നെ പ്രൈസസ് ഓർ എൻകറേജസ്, കുട്ടികളെ അപ്രീഷിയേറ്റ് ചെയ്യുക അവർ ചെയ്യുന്ന കാര്യങ്ങൾക്ക്. വെൽ ഡൺ, വെരി ഗുഡ്, കീപ് ഗോയിങ്, ബെറ്റർ, ഗുഡ് ലക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ കുറെ പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. നെക്സ്റ്റ്
യൂസസ് നമ്മുടെ ടെക്സ്റ്റിനകത്ത് രണ്ടാമത്തെ കാറ്റഗറിയും മൂന്നാമത്തെ കാറ്റഗറിയും ഒരുമിച്ച് കൊടുത്തേക്കുവാണ്. പ്രൈസസ് ഓർ എൻകറേജസ്, ആക്സെപ്റ്റ്സ് ഓർ യൂസസ് ഐഡിയാസ് ഓഫ് സ്റ്റുഡന്റ്. അത് സ്പ്ലിറ്റ് ചെയ്യുക. പ്രൈസസ് ഓർ എൻകറേജസ് ഒരു കാറ്റഗറി ആക്കുക, സെക്കൻഡ് കാറ്റഗറി മറ്റത് തേർഡ് വൺ. നമ്മളിപ്പോ പറഞ്ഞത് ആസ്കിങ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു കാറ്റഗറി 4. നെക്സ്റ്റ് ലെക്ചറിങ് അല്ലെങ്കിൽ ലെക്ചർ. ടീച്ചറുടെ ലെക്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഫാക്ട്സ് ആയിരിക്കണം, ഒപ്പീനിയൻസ് ഉണ്ടായിരിക്കണം അബൌട്ട് ദ കണ്ടന്റ്, ആ എടുക്കുന്ന സബ്ജക്റ്റിനെ കുറിച്ച് അല്ലെ, ഫാക്ട്സ്. അല്ലാതെ ബ്ലൈൻഡ് ബിലീഫ് ഒന്നും ടീച്ചർ പറയാൻ പാടില്ലെന്നാണ് പറയുന്നത്. സയന്റിഫിക് ആയിട്ട് വേണം ആ ഒരു ലെക്ചർ പോകാനായിട്ട്, ഫാക്റ്റുകളായിരിക്കണം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ മുന്നിലിരിക്കുന്നവരെ ഒറ്റ ഒരു യൂണിറ്റി ആയിട്ട് കണക്കാക്കണം, യൂണിസൺ എന്ന് പറയുന്ന പോലെ. കാരണം മുന്നിലിരിക്കുന്ന കുട്ടികളില് പല ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ളവരുണ്ടായിരിക്കും, പല കൾച്ചർ ഉള്ളവരുണ്ടായിരിക്കും, പല റിലീജിയസ് ബിലീഫ് ഉള്ളവരുണ്ടായിരിക്കും, ചിലപ്പോൾ പല ലാംഗ്വേജ് സംസാരിക്കുന്നവരായിരിക്കും, അങ്ങനെ ഡിഫറെന്റ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരായിരിക്കും. പക്ഷെ ഒരു ടീച്ചർ എന്ന നിലയിൽ ഓരോരുത്തരെയും സെപ്പറേറ്റ് ആയിട്ട് അവരുടെ ആ ഒരു റിലീജിയസ് ബിലീഫ് അല്ലെങ്കിൽ അവരുടെ കൾച്ചർ അതിനനുസരിച്ച് വേർതിരിച്ച് ഡിസ്ക്രിമിനേറ്റ് ചെയ്യരുത്. നമ്മുടെ ഡൈവേഴ്സ് ആണ് ബട്ട് യൂണിറ്റി, ആ ഒരു രീതിയിൽ കാണണം. ഡിസ്ക്രിമിനേഷൻ ഒരു കാരണവശാലും പാർഷ്യാലിറ്റി, ഡിസ്ക്രിമിനേഷൻ, ഈ രണ്ട് കാര്യങ്ങൾ ആ ഒരു ടീച്ചറുടെ മനസ്സിൽ പോലും വരരുത്. അങ്ങനെ വന്നാൽ ഷീ ഈസ് നോട്ട് ഗുഡ് ഫോർ ദാറ്റ് ജോബ് എന്നേ പറയാൻ പറ്റുള്ളൂ. ആ ഒരു ക്വാളിറ്റി അവർക്കില്ല, ജോലി ചെയ്യാനുള്ള ക്വാളിറ്റി അവർക്ക് ഒട്ടുമില്ല. ആ ഒരു ഡിസ്ക്രിമിനേഷൻ വരാനായിട്ട് പാടില്ല. ഞാൻ എന്റെ കുറച്ച് എക്സ്പീരിയൻസ് ഷെയർ ചെയ്തിട്ടുള്ള തോന്നുന്നു. while dealing with kids, not dealing with the kids only, while dealing with the colleagues also. ഭയങ്കര ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. കൊളീഗ്സിന്റെ ഭാഗത്ത് ഉണ്ടായി ഞാൻ ഒരു കാര്യം ഷെയർ ചെയ്തെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ടീച്ചർ സ്റ്റുഡന്റ് റിലേഷൻഷിപ്പ്, യെസ്. സോ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഉണ്ട്. അതാണ് ലെക്ചർ. ആ ഒരു മിസ്ലീഡ് ചെയ്യുന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരാളുടെ റിലീജിയസ് ബിലീഫിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ, അയാളുടെ ഫീലിങ്സിനെ ഹേർട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ക്ലാസ് കണ്ടക്ട് ചെയ്യരുത്. ആ ഒരു രീതിയിൽ ഇപ്പൊ ഫാക്ട്സ് ആയിരിക്കണം. അന്ധവിശ്വാസങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും യു ഹാവ് ടു ഫോളോ ദിസ് നോ അങ്ങനെയൊന്നും പറയാനായിട്ട് പാടില്ല. കാരണം പലർക്കും പല ബിലീഫാണ്, ആ ബിലീഫിന്റെ ഡെപ്ത് പലതായിരിക്കും. നമുക്ക് അങ്ങനെയൊന്നുമല്ല ഒരു ടീച്ചർ സംസാരിക്കേണ്ടത്. അതുപോലെ ഓക്കെ, അതാണ് പറഞ്ഞത് ലെക്ചർ. അത് ഫാക്ട്സ് ആയിരിക്കണം. പിന്നെ ഒപ്പീനിയൻസ് പറയാം അബൌട്ട് ദ കണ്ടന്റ്, അതിന്റെ പ്രൊസീജിയർ. പിന്നെ ഒരു ടീച്ചർ എന്ന് പറഞ്ഞാൽ അത് സിമ്പിൾ ആയിട്ട് കുട്ടികളുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ഒരാളായിരിക്കും. ആ രീതിയിൽ സിമ്പിൾ ആയിട്ട് അവർക്ക് അവരുടേതായ ഒരു എക്സ്പ്ലനേഷൻ കൊടുക്കാം. അതെല്ലാം ഓക്കെയാണ്. നെക്സ്റ്റ് കാറ്റഗറി, ഞാനിത് ഷെയർ ചെയ്തില്ല അല്ലെ, ഐ ജസ്റ്റ് ഇറ്റ് കെയിം ഫ്രം മൈ മൈൻഡ്. ഷെയർ ചെയ്യട്ടോ. ഐ എം വെരി സോറി, ആരും എന്നെ ഉറപ്പിച്ചില്ല. എല്ലാവരുടെയും ടെക്സ്റ്റ് ഉണ്ടോ? അതുകൊണ്ടാണോ? എന്നാലും ജസ്റ്റ് ഷെയർ ചെയ്തേക്കാം, നിങ്ങൾക്ക് സ്ക്രീനിലും കാണാലോ. കറക്ഷൻസ് ഒക്കെ ചെയ്ത് പോവാട്ടോ. കാരണം സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഉണ്ട്, നമുക്ക് പരസ്പരം ബ്ലെയിം ചെയ്തിട്ടൊന്നും കാര്യമില്ല. സോ അത് നമ്മൾ തന്നെ കറക്റ്റ് ചെയ്ത്, ഏതെങ്കിലും ഭാഗം ഞാൻ കറക്റ്റ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ തന്നെ നോക്കിയത് കറക്ഷൻ. കാരണം സ്പെല്ലിംഗ് മാറുമ്പോ തന്നെ ചിലപ്പോൾ മീനിങ് മാറും, അങ്ങനത്തെ ഒരു ഇഷ്യൂസ്. ഓക്കെ, നെക്സ്റ്റ് ഗീവ് ഡിറക്ഷൻസ്. ഗൈഡ് അല്ലെ, ഒരു ഗൈഡൻസ് എന്നൊക്കെ പറയുന്ന പോലെ ഡയറക്ഷൻസ് കൊടുക്കാം. സംടൈംസ് ഒരു സ്ട്രോങ് പേഴ്സണാലിറ്റി തന്നെ ആയിരിക്കണം ടീച്ചർ വെൻ ഹി ഈസ് ഗൈഡിങ് ദം, ഗീവിങ് ഇൻസ്ട്രക്ഷൻസ് അല്ലെങ്കിൽ കമാൻഡ്സ് ലൈക്ക് ക്ലാസ്സില് ഒരു ഡിസിപ്ലിൻ അല്ലെങ്കിൽ ഒരു ഒബീഡിയൻസ്. അത് ക്ലാസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ടീച്ചർക്ക് പറ്റണം അല്ലെ. ആ രീതിയിലുള്ള ഇൻസ്ട്രക്ഷൻസ്, കമാൻഡ്സ് അതെല്ലാം കൊടുക്കാം. പിന്നെ ഒരു പ്രോജക്ട് വർക്ക് ചെയ്യണം, ഡെഡ് ലൈൻ ഉണ്ട്, സോ ഷീ ക്യാൻ ഇൻസ്ട്രക്ട്. ആ രീതിയിലൊക്കെ ചെയ്യാം. ലൈക്ക് ഇപ്പൊ ചില ഇൻസ്ട്രക്ഷൻസ് ഒക്കെ കൊടുക്കില്ലേ, ഓപ്പൺ യുവർ കുക്ക്, സ്റ്റാൻഡപ്പ്. ചെറിയ ക്ലാസ്സിലൊക്കെ ആണെങ്കിൽ പറയില്ലേ സ്റ്റാൻഡപ്പ്, സിറ്റ് ഡൗൺ എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്ക് ഫിസിക്കൽ ആക്ടിവിറ്റി, ആ ഒരു ലെസ്നെസ് അല്ലെങ്കിൽ ഒരു സ്ലീപ്പി ഇതൊക്കെ മാറ്റാനൊക്കെ ആയിട്ട് ഉച്ചയൊക്കെ കഴിയുമ്പോൾ നമ്മളെയൊക്കെ വന്നിട്ട്
എക്സസൈസ് ഒക്കെ ചെയ്യിക്കാറുണ്ടല്ലോ ടീച്ചർമാര്. സോൾവ് ദ പ്രോബ്ലം, ഡു ദിസ് പ്രോബ്ലം ആസ് ഹോംവർക്ക്, ഇതൊക്കെ ടീച്ചർ കൊടുക്കുന്ന കമാൻഡ്സ് ആണ്, ഇൻസ്ട്രക്ഷൻസ് ആണ്. സോ അത് സ്റ്റുഡൻസ് അത് ആക്സെപ്റ്റ് ചെയ്യുകയും വേണം, അവരത് ചെയ്യുകയും വേണം അല്ലെ. Next category 7, criticizing or justifying authority. അതായത് ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ നല്ല സ്പേസ് ഉണ്ട്. ദാറ്റ് ഡസന്റ് മീൻ ദാറ്റ് ടീച്ചർ അല്ല എന്നുള്ള രീതിയിൽ ഫൂളിഷ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ക്ലാസ്സിൽ പറയുക, അൺനെസസറി കാര്യങ്ങൾ സ്റ്റുഡൻസിന്റെ ഭാഗത്തുനിന്ന് ക്ലാസ്സിൽ പറയുക, അതൊക്കെ അതാണ് അതിനെ ക്രിട്ടിസൈസിങ് ആർ ജസ്റ്റിഫൈങ് അതോറിറ്റി. ടീച്ചർ ആണെങ്കിലും ടീച്ചറും സ്റ്റുഡൻസും തമ്മിൽ നല്ലൊരു സ്പേസ് ഉണ്ടെങ്കിലും, നല്ലൊരു ഇന്ററാക്ഷൻ അവർ തമ്മിലുണ്ട്, നല്ലൊരു ബോണ്ടിങ് ഉണ്ടെങ്കിലും അതോറിറ്റേറിയൻ ടീച്ചർ തന്നെയാണ് അല്ലെ. ആ ഒരു ക്ലാസ് റൂം നോക്കുമ്പോൾ അവിടുത്തെ മാനേജറാണ്, അവിടെ അത് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകുന്ന ടീച്ചർ തന്നെയാണ്. ആ ഒരു അതോറിറ്റി സ്റ്റുഡൻസിനില്ല. സോ കാറ്റഗറി 7 അതാണ്. ഈ കുട്ടികൾക്ക് അതുപോലുള്ള ഫൂളിഷ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ അതുപോലെ ഫൂളിഷ് ആയിട്ടുള്ള ആക്ഷൻസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ടീച്ചർക്ക് ഇന്ററപ്റ്റ് ചെയ്യാം, അത് തടയാം, ടീച്ചർക്ക് വാൺ ചെയ്യാം, ഇത് പാടില്ല, ദിസ് ഇസ് നോട്ട് റൈറ്റ്. ആ ഒരു ഫ്രീഡം ഉണ്ട് എന്ന് കരുതിയിട്ട് ക്ലാസ് റൂമിൽ സ്മോക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അൺനെസസറി തിങ്സ് കൊണ്ടുവരിക, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ ടീച്ചർക്ക് ചോദ്യം ചെയ്യാം, അത് അനുവദിക്കാതിരിക്കും. ഇതാണ് ഈ കാറ്റഗറിയിൽ വരുന്നത്. ഓക്കെ, ഇതാണ് ക്രിട്ടിസൈസിങ് ഓർ ജസ്റ്റിഫൈയിങ് അതോറിറ്റി. അത് കുട്ടികൾ സംസാരിക്കുമ്പോൾ അത് ആവശ്യമില്ലാത്ത ടോക്ക് ആണെങ്കിൽ അത് ടീച്ചർക്ക് തടയാം, അതാണ് ഇതിൽ പറയുന്നത്. ഓക്കെ, ഇനി സ്റ്റുഡന്റ് റെസ്പോൺസ്. സ്റ്റുഡന്റ് സംസാരിക്കുമ്പോൾ, അതായത് സ്റ്റുഡൻസ് പീപ്പിൾ ടോക്ക് റെസ്പോൺസ് എന്ന് പറയുന്നത്. അപ്പൊ ടീച്ചർ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, സ്റ്റുഡൻസ് റെസ്പോണ്ട് ചെയ്യുന്നു, ആ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നു, ദാറ്റ് ഈസ് സ്റ്റുഡൻസ് റെസ്പോൺസ്. അല്ലെങ്കിൽ ടീച്ചർ ഒരു കാര്യം ജനറൽ ആയിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ ചോദിക്കുമ്പോൾ, എന്നൊരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യണം കുട്ടികൾ, അതിനെപ്പറ്റി ജനറൽ ആയിട്ട് ചില കാര്യങ്ങൾ ചോദിക്കുമ്പോൾ അതിനെ റെസ്പോണ്ട് ചെയ്യുന്നത്, ദാറ്റ് ഈസ്. അത് മിണ്ടാതിരിക്കുമ്പോൾ ടീച്ചർ വിൽ ഫീൽ ലൈക്ക് ബാഡ് അല്ലെ. നമ്മുടെ ക്ലാസ് റൂമിൽ ചിലപ്പോൾ സംഭവിക്കാറുണ്ട്. അത് മേ ബി ഓഡിയോ ഓൺ ചെയ്യാനുള്ള എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. ബട്ട് ഇപ്പൊ ഞാൻ ചോദിച്ചല്ലോ നിങ്ങൾ എന്താ ആരും മിണ്ടാത്തിരുന്നത്, അത് ഇത് ഓർത്തിട്ടല്ല കേട്ടോ ചോദിച്ചത്, അതിലേക്ക് വന്നപ്പോഴാണ് നോക്കുന്നത്. പീപ്പിൾ ടോക്ക് റെസ്പോൺസ്, സ്റ്റുഡൻസിന്റെ ആ ഒരു റെസ്പോൺസ്. ദെൻ സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ, സ്റ്റുഡൻസിന്റെ ഇനീഷ്യേഷൻ, അതായത് അവരായിട്ട് ചെയ്യേണ്ടത്. ഇപ്പൊ ഒരു സെമിനാർ ഏൽപ്പിച്ചു, സോ ദാറ്റ്, അല്ലെങ്കിൽ നമ്മളിപ്പോ എല്ലാ ക്ലാസ്സിലും പറയുന്നുണ്ട് നിങ്ങൾ ഒരു കമ്മിറ്റി ഫോം ചെയ്യണം, 2 കോർഡിനേറ്റേഴ്സ് വേണം, അവരായിരിക്കും അന്നത്തെ ദിവസത്തെ പ്രെയർ ആരാണ്, ടോപ്പ് ഓഫ് 3 അല്ലെങ്കിൽ സൈൻ ഇൻ സൈൻ ഔട്ട് ഒക്കെ തീരുമാനിക്കുന്നത്. അപ്പൊ ആ കോർഡിനേറ്റേഴ്സ് ലീഡ് ചെയ്യുന്നു, ഇനീഷ്യേറ്റ് എടുക്കുന്നു അല്ലെ. ദാറ്റ് ഇസ് സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, കാറ്റഗറി 9 അതാണ് സ്റ്റുഡന്റ് ഇനീഷ്യേഷൻ. നിങ്ങളിത് ഓരോന്നും റിലേറ്റ് ചെയ്യുവാണ്, നിങ്ങളുടെ ക്ലാസ് റൂംസ് അല്ലെങ്കിൽ നിങ്ങൾ ക്ലാസ് എടുക്കാൻ പോകുന്ന സ്ഥലം ആയിട്ട് റിലേറ്റ് ചെയ്ത് മനസ്സിലാക്കുമ്പോൾ പെട്ടെന്ന് ആലോചിക്കുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവും. എക്സ്പ്രസിങ് ഓൺ ഐഡിയാസ്, അവരുടെ ഐഡിയാസ് പറയുന്നു, പുതിയ ടോപ്പിക്സ് അവർ മുന്നോട്ട് കൊണ്ടുവരുന്നു, പിന്നെ അങ്ങനെ അവരുടെ ഒരു ഒപ്പീനിയൻസ് പറയാനുള്ള ഒരു ഫ്രീഡം എല്ലാം കിട്ടും ഈ ഒരു സ്റ്റുഡന്റ് ഇനീഷ്യേഷനിൽ. പിന്നെ സൈലൻസ് ഓർ നെക്സ്റ്റ് പീരിയഡ് ഓഫ് സൈലൻസ് ഓർ കൺഫ്യൂഷൻ. സൈലൻസ് ഓർ പോസ്, സ്റ്റോപ്പ് എന്നൊക്കെ പറയുന്ന പോലെ നമ്മൾ ചില സമയത്ത് മെഡിറ്റേഷൻ ചെയ്യാറില്ലേ, ഇറ്റ് ക്യാൻ ബി റിലേറ്റഡ് വിത്ത് ദാറ്റ്. അല്ലെങ്കിൽ ടീച്ചർ പറയും കുറച്ച് സമയം എല്ലാവരും ഒന്നും മിണ്ടാതിരിക്കും, ക്ലാസ് എടുത്തോണ്ട് ഒരു ബ്രേക്ക് തോന്നിയിരുന്നു, എല്ലാവരും മിണ്ടാതിരിക്കുക, റിലാക്സ് ചെയ്യുക, കണ്ണടച്ചിരിക്കാന്നോ മിണ്ടാതിരിക്കാന്നോ അങ്ങനെയൊക്കെ പറയില്ലേ. ഞാൻ ഇപ്പത്തെ ടീച്ചേഴ്സ് ഇതിനെ ഞാനൊന്ന് ഓഫീസ് വരെ പോയിട്ട് വരാം, ആ സമയം ആരും മിണ്ടരുത്, സോ ഞാൻ വരുന്നവരെ എല്ലാവരും മിണ്ടാതിരിക്കുക, ലൈക്ക് ദാറ്റ് ഓഫ് ആ ഒരു പോസ് ചെയ്യുക. കൺഫ്യൂഷൻ, ഷോർട്ട് പീരിയഡ് ഓഫ് സൈലൻസ് ആൻഡ് പീരിയഡ് ഓഫ് കൺഫ്യൂഷൻ ഇൻ വിച്ച് കമ്മ്യൂണിക്കേഷൻ കനോട്ട് ബി അണ്ടർസ്റ്റുഡ് ബൈ ദി ഒബ്സർവർ. കമ്മ്യൂണിക്കേഷൻ നടക്കുന്നില്ല അവിടെ, അതാണ് ആ ഇതിന് കൺഫ്യൂഷൻ എന്ന് പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, ആ ഒരു സമയത്ത് ക്ലാസ് അങ്ങ് സ്റ്റോപ്പ് ആവുന്നു, പോസ് ആവുന്നു. ചില സമയത്ത് കുട്ടികൾ എന്തെങ്കിലും നോട്ടി ആയിട്ട് എന്തെങ്കിലും ചെയ്യുമ്പോൾ ടീച്ചർക്ക് അതൊട്ടും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയാകുമ്പോൾ ടീച്ചർമാർ മിണ്ടാതിരിക്കില്ലേ,
ഭയങ്കര സീരിയസ് ആയി നിൽക്കുമ്പോൾ കുട്ടികളും അത് നോക്കിയിട്ട് അവർ മിണ്ടാതിരിക്കും. അവർക്കും മനസ്സിലാവില്ല എന്താ ചെയ്ത കുട്ടിക്ക് ഒരു പക്ഷെ മനസ്സിലാവും, പക്ഷെ ബാക്കിയുള്ള കുട്ടികൾ ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജ് ആയിരിക്കും. ഇതുവരെ നല്ല രീതിയിൽ നിന്ന മാമിന് എന്ത് പറ്റി, അല്ലെങ്കിൽ ടീച്ചർക്ക് സാറിന് എന്ത് പറ്റി, ഭയങ്കര മുഖമൊക്കെ ഭയങ്കര ഗൗരവത്തിൽ പിടിച്ചിട്ടിരിക്കുമ്പോഴേക്കും ബാക്കി കുട്ടികൾ കൺഫ്യൂസ്ഡ് ആവും. നോട്ടി ചെയ്ത കുട്ടിക്ക് കാര്യം മനസ്സിലാകും. അങ്ങനത്തെ സിറ്റുവേഷൻസ് ഒക്കെ ഉണ്ടാകാറ്. ലൈക്ക് ദാറ്റ്. ഇതാണ്. ഇത് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുക. ഇറ്റ്സ് ഫോർ യുവർ പേഴ്സണൽ. എന്നുവെച്ചാൽ നാളെ ഫെസിലിറ്റേറ്റേഴ്സ് ആയിട്ട് പോകുമ്പോൾ നമുക്ക് ഇതെല്ലാം നമ്മളുടെ മനസ്സിലുണ്ടാവണം. ആ ഒരു നമ്മളുടെ ലേണിംഗ് പ്രോസസ് എങ്ങനെ കൊണ്ടുപോകണം, ഈ ഫ്ലണ്ടറിന്റെ അനാലിസിസ് വെച്ചിട്ട് ഈ ലേണിംഗ് പ്രോസസ് എനിക്ക് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും. ഈ ഫ്ലണ്ടറിന്റെ അനാലിസിസിനകത്ത് കുറേ കാര്യങ്ങൾ വേറെ ഉണ്ട് കേട്ടോ. കുറേ റൂൾസ് നമ്മൾ ഒബ്സർവ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറെ കാര്യങ്ങൾ, അങ്ങനെ ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ഞാൻ വേണമെങ്കിൽ ഈ ലിങ്ക് വേണമെങ്കിൽ ഷെയർ ചെയ്ത് തരാം. കുറച്ചധികം വായിക്കാനുണ്ട്. ഓക്കെ, ഞാൻ ലിങ്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് റൂമിൽ ഇട്ടേക്കാം. ജസ്റ്റ് ഫോർ യുവർ പേഴ്സണൽ പർപ്പസ്, ഫോർ യുവർ ഗ്രോത്ത്, അത്രയും മാത്രം. നിങ്ങളുടെ ഈ ടോപ്പിക്കിന് വേണ്ടിയിട്ടുള്ളതല്ല. ടോപ്പിക് ഇപ്പൊ എന്തായാലും നമുക്ക് കാര്യം മനസ്സിലായല്ലോ. സോ അങ്ങനെ ആ സെക്കൻഡ് യൂണിറ്റ് എൻഡ് ആയി. സോ ഐ തിങ്ക് നെക്സ്റ്റ് വീക്കിൽ എനിക്ക് ഫസ്റ്റ് യൂണിറ്റിന്റെയും സെക്കൻഡ് വീക്കിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് തരാൻ പറ്റും. കാരണം ബാച്ചുകളുടെ എക്സാം എല്ലാം കഴിയും ഒരു ടൈം ആവുമ്പോഴേക്കും. ഓക്കെ, സോ നമുക്കപ്പോ നെക്സ്റ്റ് ചാപ്റ്റർ ഞാൻ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഞാൻ സൂപ്പർവിഷൻ ആണ് എടുക്കാൻ പോകുന്നത്. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ യൂണിറ്റ് 5 ആണ്. തേർഡ് യൂണിറ്റ് അശ്വതി മിസ് എടുത്തു കഴിഞ്ഞു. 6th വണ്ണം മാം ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ചെയ്തെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പൊ ഇനി അതിനകത്ത് ബാക്കിയുള്ളത് 4, 5, 7 ആണ്. അതിലെ 5 എടുക്കുകയാണ് എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. അപർണ മിസ് മോഡ്യൂൾ 5 ആണല്ലോ. എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എടുക്കുന്നതിന് മുമ്പ് ഞാൻ വേറൊരു അതുമായിട്ട് റിലേറ്റ് ചെയ്ത് തന്നെ ഒരു കാര്യം പറയാം. പണ്ടൊക്കെ നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ ഇൻസ്പെക്ഷന് വരുന്നു എന്ന് പറഞ്ഞ ടീച്ചർമാർ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഭയങ്കര ടെൻഷൻ പിടിച്ച ആകെ ഓട്ടവും ബഹളവും ഒക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? നമ്മൾ വിചാരിക്കും ഈ ഇൻസ്പെക്ടർ ആയിട്ട് വരുന്ന ആൾ അത്രയും ഒരു ഭീകരനാണോ എന്നൊക്കെ നമ്മൾ വിചാരിക്കും. സെലക്ഷന് വരുന്ന ആള് പണ്ടത്തെ ഒരു സിറ്റുവേഷൻ, അതിലും വേഴ്സ്റ്റ് ആയിരുന്നു സിറ്റുവേഷൻ. ഭയങ്കര പേടിപ്പിക്കുന്ന രീതിയിലുള്ള ആ ഒരു ഇതായിരുന്നു. അതുകൊണ്ടാണ് ഇൻസ്പെക്ഷൻ എന്നുള്ള വേർഡ് മാറ്റിയിട്ട് സൂപ്പർവിഷൻ ആക്കിയത്. സൂപ്പർവിഷൻ ആകുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് ലൈറ്റ് ആയിട്ടുള്ള ഒരു വേർഡായിട്ട് ഫീൽ ചെയ്യും. നമുക്കൊരു സമാധാനം കിട്ടുന്ന ഒരു വേർഡ് പോലെ തോന്നും. ഇൻസ്പെക്ഷൻ എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയായിരുന്നു പണ്ട്. അതാണ് വേർഡ് ചേഞ്ച് ചെയ്തു, സൂപ്പർവിഷൻ ആക്കി. എഡ്യൂക്കേഷന് സൂപ്പർവിഷൻ ആക്കി മാറ്റി. സോ യൂണിറ്റ് 5 ആണ്. ഞാനൊന്ന് സ്ക്രോൾ ചെയ്യാം. യൂണിറ്റ് 2 അത് നമ്മൾ കഴിഞ്ഞു. ഈ പോയിന്റ്സ് ഒക്കെ പേഴ്സണലൈസ് ചെയ്യുക. പ്രൊഫഷണലി നിങ്ങളുടെ ജോബിലേക്കൊക്കെ ഒന്ന് കണക്ട് ചെയ്യുക കേട്ടോ. എല്ലാരും ലഞ്ചൊക്കെ കഴിഞ്ഞാണോ? കഴിഞ്ഞു മാം. മാം കഴിച്ചോ ലഞ്ച്? മാമിന്റെ ലഞ്ച് കഴിഞ്ഞോ? ഞാൻ കഴിച്ചില്ല. ഇത് കഴിഞ്ഞിട്ട് വേണം കഴിക്കാൻ. മീൻസ് ബ്രേക്ക്ഫാസ്റ്റ് ലേറ്റ് ആയി. 11:30 ആയി. 10:30 ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പൊ അതിന് മുമ്പ് എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പറ്റിയില്ല. കാരണം കുറെ കോള് വന്നു. അത് അറ്റൻഡ് ചെയ്ത് മെസ്സേജിന് റെസ്പോണ്ട് ചെയ്തൊക്കെ വന്നപ്പോഴേക്കും ആ ടൈം ക്ലാസ്സിന്റെ ടൈമായി. ഓക്കെ, എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ. ഈ ഒരു ഫസ്റ്റ് പാരഗ്രാഫിൽ അതാണ് പറയുന്നത്. പണ്ട് ഇൻസ്പെക്ഷൻ എന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പൊ അതൊരു പേടിപ്പിക്കുന്ന സംഭവമായിട്ട് തോന്നിയത് കാരണം അതിന്റെ പേരൊന്ന് മാറ്റി അതിനെ സൂപ്പർവിഷൻ എന്നാക്കിയപ്പോഴേക്കും ഒരു ഇച്ചിരി ലൈറ്റ് ഫീല് വന്നു തുടങ്ങിയതാണ് പറയുന്നത്.
എയർലി 19th സെഞ്ചുറിയിൽ ഗ്രേറ്റ് ബ്രിട്ടനിലായിരുന്നു ഇതിന്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മൾ നാക് അക്രഡിറ്റേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് യൂണിവേഴ്സിറ്റികൾക്കൊക്കെ അതിന്റെ അഫിലിയേഷൻ കൊടുക്കുന്നതിന്റെ ഭാഗമായിട്ടും ഭയങ്കര വർക്കുകളൊക്കെ സ്റ്റാഫും ഒക്കെ ചെയ്യുന്നതാണ്. കുട്ടികളും അതിന്റെ ഭാഗമായിട്ട് അവരും കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും. ക്ലാസ് റൂം എല്ലാം വളരെ നീറ്റാക്കി എന്താ പറയാ ഡിജിറ്റൽ ആക്കുന്നു, അങ്ങനെ അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അതിപ്പം ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ മാത്രമല്ല, ഹെൽത്ത് സെക്ഷനിലും ഹോസ്പിറ്റലുകളും അങ്ങനെ ആക്കുന്നുണ്ട്. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നില്ലേ. ഗ്രേറ്റ് ബ്രിട്ടനിലൊരു 19th സെഞ്ചുറിയിലാണ് ഈ ഒരു സ്കൂൾ സൂപ്പർവിഷൻ എന്നുള്ളതിന്റെ ഒരു ഒറിജിൻ വരുന്നത്. ഇത് എന്തിനാണ് ശരിക്കും എന്തിനാ ഒരു സ്കൂളിന്റെ ഇൻസ്പെക്ഷന് വരുന്നത്? സ്റ്റാഫിനെ ബുദ്ധിമുട്ടിക്കാനോ അല്ല അങ്ങനെ വല്ല ആണോ? ക്വാളിറ്റി എൻഷുർ ചെയ്യണം അല്ലെ. ഗവൺമെന്റിന്റെ ഇപ്പൊ ഗവൺമെന്റ് സ്കൂൾസ് ആണെങ്കിൽ ആ ഗവൺമെന്റിന്റെ ക്വാളിറ്റി എൻഷുർ ചെയ്യണം. ആ സ്കൂള് ശരിയായ രീതിയിലാണോ നടക്കുന്നത്, സ്കൂളിന്റെ പ്രമിസസ് അത് എല്ലാം നല്ല രീതിയിലാണോ, നീറ്റ് ആണോ, ഹൈജീൻ ആണോ, ക്ലീൻ ആണോ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിക്കും. പിന്നെ സ്കൂളിന്റെ അറ്റ്മോസ്ഫിയർ അതൊരു ഹെൽത്തി അറ്റ്മോസ്ഫിയറിലാണോ, സ്കൂളിന്റെ ചുറ്റും കുട്ടികളെ ബാധിക്കുന്ന എന്തെങ്കിലും ഉണ്ടോ. നമ്മൾ കണ്ടിട്ടില്ലേ പുക ഇല ഉൽപ്പന്നങ്ങൾ സ്കൂളിന്റെ ഇത്ര ചുറ്റളവിനുള്ളിൽ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ അതൊക്കെ ഒഴിവാക്കിക്കും, അങ്ങനെയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. പിന്നെ സ്കൂളിന്റെ മുന്നിൽ തന്നെ വാർണിങ്ങിനുള്ള സൈൻ ബോർഡ്സ് ഒക്കെ ഉണ്ടാവും. സ്കൂൾ വണ്ടികൾ സ്ലോ ചെയ്ത് പോവുക സ്കൂളാണ്. അപ്പൊ അങ്ങനെ എല്ലാ കാര്യങ്ങളും നോക്കാനായിട്ട് അവര് വരും. സ്കൂളില് ആവശ്യത്തിന് കുട്ടികൾക്ക് ഡ്രിങ്കിങ് വാട്ടർ നല്ല ക്ലീൻ ഡ്രിങ്കിങ് വാട്ടർ ഉണ്ടോ, അവരുടെ ക്ലീനിങ് പർപ്പസിന് ആവശ്യത്തിന് വെള്ളം ഉണ്ടോ, പിന്നെ പ്രോപ്പർ വെന്റിലേഷൻ ഉണ്ടോ സ്കൂളിൽ, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. പ്ലേ ഗ്രൗണ്ട് എങ്ങനെയാണ്, സ്കൂളിൽ ഫസ്റ്റ് എയ്ഡ് അതിനുള്ള പ്രൊവിഷൻസ് ഉണ്ടോ, സ്കൂളിന് ഹെൽത്ത് കാര്യങ്ങളിൽ അസിസ്റ്റ് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടോ, ചില സ്കൂളുകളിൽ അത് വേണം, അങ്ങനെയൊക്കെ പറഞ്ഞ് കൊടുക്കാറൊക്കെ ഉണ്ട്. ഇതെല്ലാം മോണിറ്റർ ചെയ്യാനും എൻഷുർ ചെയ്യാനും ക്വാളിറ്റി എൻഷുർ ചെയ്യാനും കൂടുതലായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ എൻഹാൻസ് ചെയ്യണമെന്ന് ഉള്ള ഇൻസ്ട്രക്ഷൻസ് കൊടുക്കാനൊക്കെയാണ് ഈ ഒരു സൂപ്പർവിഷൻ പണ്ട് കാലം തുടങ്ങിയിട്ട് നടന്നിട്ടുള്ളത്. ഓക്കെ, അപ്പൊ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ കൂടുതൽ അഡ്വാൻസും ഡെവലപ്പ് ആക്കാനും ഹെൽപ്പ് ചെയ്യുന്ന ഒരു ടൂളാണ് ശരിക്കും എഡ്യൂക്കേഷണൽ സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. ആ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിനെ മോർ അഡ്വാൻസ് ആൻഡ് ഡെവലപ്പ്. പലപ്പോഴും ഇത് ശരിയായ രീതിയിൽ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കാറുണ്ടോ എന്നറിയില്ല. എന്നാലും അത് ആ ഒരു ടൂളിന്റെ എഡ്യൂക്കേഷൻ സൂപ്പർവിഷന്റെ ഉദ്ദേശം തന്നെ അതാണ്. അപ്പൊ ഇൻസ്പെക്ടർ എന്നുള്ളത് ഭയങ്കര ഒരു നെഗറ്റീവ് ഇന്റൻഷനോട് കൂടി വാക്കായിട്ട് പലപ്പോഴും പല കൺട്രീസിലും ഒരു ഇതിനകത്ത് കുറെ ഞാൻ പറഞ്ഞിരുന്നു കഴിഞ്ഞ ക്ലാസ്സില് കുറെ പുതിയ പുതിയ വേർഡ്സ് ഉണ്ട്. ഫോർ മീ ഇറ്റ്സ് നോ, അത് കേട്ടിട്ടുണ്ട്, പക്ഷെ മീനിങ്ങിനോട് അത്ര വലിയ മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇങ്ങനെ വായിച്ചപ്പോ മനസ്സിലായ ഒരു കാര്യങ്ങളാണ്. അതോറിറ്റേറ്റീവ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ആ ഒരു അതോറിറ്റി ഓട്ടോക്രാറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മൾ പറയില്ലേ ഏകാധിപതി എന്നൊക്കെ പറയില്ലേ, ആ വൺ റൂൾ, ഒരാൾ തന്നെ റൂൾ ചെയ്യുന്നു, ആ ഒരു രീതിയിലൊക്കെ ആ ഒരു നേച്ചറായിരുന്നു പണ്ട് കാലങ്ങളില് ചില സ്കൂളുകളിലെല്ലാം, പ്രൈവറ്റ് എയ്ഡഡ് മിഷണറി സ്കൂൾസിലെല്ലാം. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തില് ഒരാൾ മാത്രം എല്ലാം തീരുമാനിക്കുക അങ്ങനെയുള്ളത് ഒക്കെ ഒന്ന് അതൊക്കെ നോക്കാനും, അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇല്ലോജിക്കൽ, അങ്ങനെ ഒരു വാക്കുണ്ട്. ഇല്ലോജിക്കലിന്റെ മീനിങ് ലോജിക്കൽ അല്ല, അൺലോജിക്കൽ എന്നുള്ള മീനിങ് ആണ് കേട്ടോ. അപ്പൊ ഇൻസ്പെക്ടറിന് പകരം അതൊരു നെഗറ്റീവ് ഒരു ഇത് കൊടുക്കുന്നത്, നമ്മൾ പോലീസ് ഇൻസ്പെക്ടറിന് കേൾക്കുമ്പോൾ പണ്ട് ആ ഒരു ഇതുപോലെ തന്നെ ഇൻസ്പെക്ടറിന് കേൾക്കുമ്പോൾ ഒരു നെഗറ്റീവ് ഇന്റൻഷൻ, കൊണോട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റൻഷൻ എന്നാണ്. അതൊരു ടാബു ആയി മാറി പല കൺട്രീസിലും. ടാബു എന്ന് പറഞ്ഞാൽ നോട്ട് നീഡഡ്, ഫോർബിഡൻ, ആ ഒരു രീതിയിൽ പല കൺട്രീസിലും മാറി. അങ്ങനെ ഇതൊരു ഈ ഒരു ഇൻസ്പെക്ടർ എന്നുള്ളത് മാറ്റി സൂപ്പർവൈസർ എന്നുള്ള രീതിയിലാക്കി ഇൻസ്പെക്ഷൻ എന്നുള്ള പ്രോസസ്സിനെ സൂപ്പർവിഷൻ എന്ന് വിളിക്കാനായിട്ട് തുടങ്ങി. കാരണം ഇൻസ്പെക്ടർ എന്ന് കേൾക്കുമ്പോൾ ഒരാളെ പേടിപ്പിക്കാൻ വരുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, ആ ഒരു ഫീല് മാറ്റി അതിന് കുറച്ചുകൂടെ ഒന്ന് പോളിഷ്ഡ് ആക്കി മാറ്റിയതാണ് സൂപ്പർവിഷൻ ആക്കി സൂപ്പർവൈസർ. അങ്ങനെ 20th സെഞ്ചുറി ആയപ്പോഴേക്കും ആ ഒരു കൺസെപ്റ്റ് ഇൻസ്പെക്ഷൻ എന്നുള്ളത് മോഡിഫൈ ചെയ്ത് സൂപ്പർവിഷൻ ആയിട്ട് മാറും. അപ്പൊ 19th സെഞ്ചുറിയിലെല്ലാം ഈ ഒരു ഇൻസ്പെക്ഷൻ ആയിരുന്നു കുറച്ച് ബുദ്ധിമുട്ടിക്കുന്ന ഒരു കാര്യങ്ങളൊക്കെ ആയിരുന്നു എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അങ്ങനെ ഈ ഒരു സൂപ്പർവിഷൻ തുടങ്ങിയപ്പോഴേക്കും പലയിടത്തും പല രീതിയിലും ഈ രീതിയിലുള്ള ഇൻസ്പെക്ഷൻസ് ഭയങ്കര ഒരു സ്ട്രിക്റ്റ് ആയിട്ട് നടന്ന ഇൻസ്പെക്ഷൻ സൂപ്പർവിഷൻ ആയപ്പോഴേക്കും അത് വളരെ ഡെമോക്രാറ്റിക് ആയി മാറി. ഒരാള് വന്ന് എല്ലാരെയും പേടിപ്പിക്കുന്ന ആ രീതി മാറി കുറച്ചുകൂടെ അതൊന്ന് ലിബറൽ ആയി സൂപ്പർവിഷൻ ആയി മാറിയപ്പോൾ.
അപ്പൊ അങ്ങനെ സൂപ്പർവിഷൻ കുറച്ചുകൂടെ നല്ല രീതിയിൽ സ്കൂളുകളിൽ ആയി. അത് ഫോക്കസ് ചെയ്യുന്നത് എഡ്യൂക്കേഷണൽ അഡ്വാൻസ്മെന്റും അതിന്റെ ഡെവലപ്മെന്റുമാണ്. സ്കൂളുകളിൽ എന്തെങ്കിലും കുറവുകളുണ്ട് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനുണ്ട്, അതൊക്കെ കറക്റ്റ് ചെയ്യുക എന്നുള്ള രീതിയിലായി സൂപ്പർവിഷൻ എന്നുള്ളത്. ഞങ്ങളൊക്കെ പ്രോജക്റ്റ് ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഗൈഡിനെ നമ്മള് സാധാരണ പണ്ടൊക്കെ ഇന്റേണൽ ഗൈഡ് എക്സ്റ്റേണൽ ഗൈഡ് എന്ന് പറയുമായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാനിപ്പോ MSW ചെയ്ത സമയത്ത് പ്രോജക്റ്റ് ഇന്റേണൽ സൂപ്പർവൈസർ ആൻഡ് എക്സ്റ്റേണൽ സൂപ്പർവൈസർ എന്നായിരുന്നു. ആ ഗൈഡ് എന്നുള്ളത് മാറിയിട്ട് സൂപ്പർവൈസർ എന്നാക്കി. സോ ദാറ്റ് മീൻസ് ആ ഒരു വേർഡിന്റെ ഒരു ആക്സെപ്റ്റൻസ് ആയിരിക്കാം, ഒരു ഡെമോക്രാറ്റിക് വേ ആയി മാറി. അങ്ങനെ തന്നെ നമ്മളെല്ലാത്തിനും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നു, നമ്മളെ ഒബ്സർവ് ചെയ്യുന്നു, നമ്മൾക്ക് എന്തെങ്കിലും നമ്മൾ കറക്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ചെയ്യുന്ന ഒരാള്, ആ ഒരു രീതിയിൽ സൂപ്പർവൈസർ എന്നുള്ള രീതി. എഫിഷ്യന്റും അതുപോലെ തന്നെ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ എഫിഷ്യൻസി, ക്വാളിറ്റി അതൊക്കെ ഇംപ്രൂവ് ചെയ്യുക, ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതാണ് സൂപ്പർവിഷൻ കൊണ്ടുള്ളത് ഉദ്ദേശിക്കുന്നത്. അതാണ് ഇൻസ്പെക്ഷൻ എന്നുള്ളത് മാറി സൂപ്പർവിഷൻ ആയതാണ് നമ്മൾ ഫസ്റ്റ് പാരഗ്രാഫിൽ കണ്ടത്. അതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. കൺസെപ്റ്റ് ഓക്കെ. സൂപ്പർവിഷൻ ഒരാള് നമ്മളുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരുന്നു, ഇൻസ്റ്റിറ്റ്യൂട്ട് എങ്ങനെയാണ് നടക്കുന്നത് ഇതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സൂപ്പർവിഷന് വേണ്ടി വരുന്നു. അപ്പൊ അവിടെ ശരിക്കും അവിടെയും ഇന്ററാക്ഷൻ ആണ് നടക്കുന്നത്. പണ്ട് സ്കൂളിലൊക്കെ എനിക്ക് ഓർമ്മയുണ്ട്, ഇൻസ്പെക്ഷന് വേണ്ടിയിട്ട് ഇൻസ്പെക്ടർ വരുമ്പോഴേക്കും ടീച്ചേഴ്സ് ഒക്കെ ഭയങ്കര ടെൻഷൻ പിടിച്ചിട്ട് ആള് ഭയങ്കര ഗൗരവത്തിലായിരിക്കും, ഭയങ്കരമായിട്ട് സംസാരിക്കുകയൊന്നുമില്ല. നമ്മുടെ ക്ലാസ് റൂമിൽ വരും, ക്ലാസ് റൂമിൽ വന്നിട്ട് അപ്പോഴും ഭയങ്കര ഗൗരവമായിരിക്കും, പിള്ളേരൊക്കെ പേടിച്ചിങ്ങനെ ആയിരിക്കും. പക്ഷെ ചില ഇൻസ്പെക്ടേഴ്സ് വരുമ്പോൾ അവര് ഭയങ്കര ജോവിയലായിരിക്കും കേട്ടോ, അവര് ഭയങ്കര ഫണ്ണി ആയിട്ട് കുട്ടികളോടൊക്കെ സംസാരിക്കും, ഇന്ററാക്ട് ചെയ്യും. ഇറ്റ്സ് ഡിപ്പെൻഡ് പേഴ്സൺ ടു പേഴ്സൺ, അതെ അത്രേ ഉള്ളൂ. ഇൻസ്പെക്ടർ വരുന്നു എന്ന് പറഞ്ഞിട്ട് ഓട്ടം നടക്കുന്നതാണ്, അത് അന്നത്തെ ആ ഒരു രീതി. അത് ചില വ്യക്തികൾ അതങ്ങനെ ആ രീതിയിൽ ലിബറൽ ആയിട്ട് എടുക്കുന്നു, ചില വ്യക്തികൾ അത് ഭയങ്കര അവരുടെ ഒരു അതോറിറ്റി, അവരുടെ ഒരു ഓട്ടോക്രാറ്റിക് രീതി, അവരെന്തോ വലിയതാണെന്നുള്ള രീതിയിൽ എടുക്കുന്നു. അപ്പൊ അതിൽ നിന്ന് മാറിയപ്പോൾ സൂപ്പർവിഷൻ എന്നുള്ള രീതിയിലായി മാറി, ആ ഒരു നെഗറ്റീവ് ഫീലൊക്കെ മാറി. ഇതിന്റെ മെയിൻ ഉദ്ദേശം ഡെവലപ്പിംഗ് എഫിഷ്യൻസി ആൻഡ് ഇംപ്രൂവിംഗ് ക്വാളിറ്റി ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, നെക്സ്റ്റ് കൺസെപ്റ്റ്. ഈ കൺസെപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് ഞാൻ നിങ്ങളോട് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്, ഈ കൺസെപ്റ്റിനെ കുറിച്ച്, സൂപ്പർവിഷന്റെ കൺസെപ്റ്റിനെ കുറിച്ച് കുറേ ആളുകൾ അവരുടെ കുറെ ഒബ്സർവേഷൻസ് അല്ലെങ്കിൽ അവരതൊരു ബേസിക് പ്രിൻസിപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ അവരുടെ ബുക്സിൽ അവരത് എഴുതിയിട്ടുണ്ട്. അപ്പൊ അത് ഒന്ന് കളക്ട് ചെയ്ത്, ഞാൻ പറഞ്ഞത് MT 1, 2, 3 പിന്നെ 4 ഒഴിച്ച് ബാക്കി പിന്നെ 5 ഉള്ളത്. 5-ലുള്ളവരോട് ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. ആരെങ്കിലും ചെയ്തിരുന്നോ? ആരെങ്കിലും ചെയ്തിട്ടുണ്ടായിരുന്നോ? ഒക്കെ കുറേ ഓതേഴ്സ് ഇതുപോലെ സൂപ്പർവിഷനെ കുറിച്ച് കുറേ ബുക്സ് എഴുതിയിട്ടുണ്ട്. അതൊന്ന് കളക്ട് ചെയ്യുക എന്നുള്ള രീതിയിലായിരുന്നു പറഞ്ഞത്. അത് വേണമെങ്കിൽ നിങ്ങൾക്കൊരു അസൈൻമെന്റ് ഒക്കെ ആയിട്ടൊക്കെ എഴുതാൻ പറ്റില്ല, നല്ലതാണ്. ഓക്കെ, കുഴപ്പമില്ല. അന്ന് ലക്ഷ്മിന്റെ ക്ലാസ്സിൽ കയറിയിട്ടില്ലാന്ന് തോന്നുന്നു. ലക്ഷ്മി MT 4 ആണ്. പക്ഷെ ലക്ഷ്മി എന്നോട് എന്താന്നൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ചോദിച്ചു. ലക്ഷ്മി ചിലപ്പോൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഞാൻ കുറച്ച് കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഞാനത് പറയാം. ഓക്കെ, അതിലെ ഫസ്റ്റ് ഓതറാണ്. ഫസ്റ്റ് ഓതറിന്റെ പേര് അവിടെ പറയുന്നുണ്ട്, ആഡംസ് ആൻഡ് ഡിക്കി. ഡിക്കി എന്നുള്ളതിന്റെ സ്പെല്ലിംഗ് DICKEY ആണേ. ഇത് ആഡംസ് ആൻഡ് ഡിക്കി, DICKEY. ഓരോരുത്തരും അവരുടെ ഒബ്സർവേഷൻ അല്ലെങ്കിൽ അവരുടെ ബുക്സിലൂടെ അവർ സൂപ്പർവിഷനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആഡംസ് ആൻഡ് ഡിക്കി പറയുന്നത് സൂപ്പർവിഷൻ ഒരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. നമുക്കറിയാം ഇൻസ്റ്റിറ്റ്യൂഷന്റെ എഫിഷ്യൻസി ഡെവലപ്മെന്റ്, ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രോസസ് നടക്കുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത്. സോ അതൊരു പ്ലാൻഡ് പ്രോഗ്രാം ആണ് ഫോർ ദ ഡെവലപ്മെന്റ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ. അങ്ങനെയാണ് ആഡംസ് ആൻഡ് ഡിക്കി പറയുന്നത്. ഇവരുടെ മുഴുവൻ പേര് ഹാരോൾഡ് P. ആഡംസ്, ഫ്രാങ്ക് G. ഡിക്കി, അങ്ങനെ എന്തോ ആണ് മുഴുവനായിട്ടുള്ള പേര്.
അതായത് ടീച്ചേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക, ഗൈഡ് ചെയ്യുക. അവരുടെ പ്രൊഫഷണൽ ഡെവലപ്മെന്റിന് വേണ്ടിയിട്ട് ടീച്ചേഴ്സിന് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കുക. അതിന്റെ ഇമ്പോർട്ടൻസ് ആണ് ഇതിനകത്ത് ഈ ഒരു ഓതേഴ്സ് സ്പെസിഫിക് ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. സൂപ്പർവിഷൻ എന്നുള്ളത് കൊണ്ട് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എഫിഷ്യൻസി, അതിന്റെ ഡെവലപ്മെന്റ് ക്വാളിറ്റി ഒക്കെ ഇംപ്രൂവ് ചെയ്യുകയാണ്. അപ്പൊ ഇതിനകത്ത് അദ്ദേഹം സ്പെസിഫിക് ആയിട്ട് എടുത്തു പറഞ്ഞത് ടീച്ചേഴ്സിന്റെ പ്രൊഫഷണൽ ഗ്രോത്ത്, ആ ഒരു പ്രൊഫഷണൽ ഡെവലപ്മെന്റ്, അതിന് വേണ്ടുന്ന ഗൈഡൻസും സപ്പോർട്ടും കൊടുക്കുക. അപ്പൊ ടീച്ചേഴ്സ് അങ്ങനെ പ്രൊഫഷണലി വളർന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അത് കുട്ടികൾക്ക് നല്ലൊരു ഔട്ട്കം, കുട്ടികൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടൂല, അത് കുട്ടികളിലേക്ക് കിട്ടും. അത് റിഫ്ലക്ട് ചെയ്യുന്നത് നല്ലൊരു റിസൾട്ട് ആയിരിക്കും, ഔട്ട്കം, സ്റ്റുഡന്റ് ഔട്ട്കംസ് ആയിരിക്കും, ലീഡിങ് ടു ബെറ്റർ ഇൻസ്ട്രക്ഷൻ ആൻഡ് സ്റ്റുഡന്റ് ഔട്ട്കംസ്. അപ്പൊ ടീച്ചർമാർക്ക് കുട്ടികളെ കൂടുതൽ നന്നായിട്ട് അവരുടെ കാര്യങ്ങൾ ചെയ്യാനും, അവരോട് സെഷൻസ് എടുക്കുമ്പോൾ ഇന്ററാക്ട് ചെയ്യാനും, ആ സെഷൻ കുറച്ചുകൂടെ കുട്ടികൾക്ക് നല്ല മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാനും വേണ്ടിയിട്ട് പറ്റും. അപ്പൊ ശരിക്കും ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മെയിൻ കസ്റ്റമേഴ്സ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് ആണല്ലോ. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ എയിം എന്താണ്? നല്ലൊരു റിസൾട്ട്. ആ ഒരു നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ ടീച്ചേഴ്സിന് വേണ്ടുന്ന സപ്പോർട്ടും ഗൈഡൻസും കൊടുക്കണം എന്നാണ് ഈ ആഡംസ് ആൻഡ് ഡിക്കി പറയുന്നത്. അവരുടെ ടീച്ചർ വർക്ക് പെർഫോമൻസ് കൂട്ടുക, അതായിരുന്നു ഇവരുടെ ബുക്കിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടുന്ന രീതിയിലുള്ള ആക്ടിവിറ്റീസ് ടീച്ചേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെയായിരുന്നു ഇവരുടെ ഒരു ഒബ്സർവേഷൻ. എഫക്റ്റീവ് സൂപ്പർവിഷൻ പ്രാക്ടീസിലൂടെ ടീച്ചിങ്ങും ലേണിങ്ങും മോർ എഫിഷ്യന്റ് ആക്കുക. നെക്സ്റ്റ് അടുത്ത ഓതർ. ഈ ഓരോ ഓതേഴ്സിനെ നിങ്ങളൊന്ന് സെർച്ച് ചെയ്യുമ്പോൾ, എനിക്ക് സെർച്ച് ചെയ്ത് കുറച്ച് കാര്യങ്ങൾ ഇങ്ങനെ കിട്ടിയേ ഉള്ളൂ. ചിലതൊന്നും എനിക്ക് ശരിയായി കിട്ടിയില്ല. അപ്പൊ ഞാൻ ഇരുന്ന് ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽസ് കിട്ടും. അടുത്തത് ഒരു കിംപാൾ വൈൽസ് ആണ്. അദ്ദേഹം പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു സർവീസ് ആക്ടിവിറ്റിയാണ്, ടു ഹെൽപ്പ് ദ ടീച്ചേഴ്സ് ടു ഡു ദെയർ ജോബ് ബെറ്റർ. അദ്ദേഹവും അത് തന്നെയാണ് പറഞ്ഞത്. സൂപ്പർവിഷൻ ഫോർ ബെറ്റർ സ്കൂൾസ് എന്ന് പറഞ്ഞുള്ള ഒരു ബുക്കോ എന്തോ ആണ് തോന്നുന്നു ഈ കിംപാൾ വൈൽസ് എഴുതിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ടീച്ചേഴ്സിനെ ഹെൽപ്പ് ചെയ്യുക ടു ഡു ദെയർ ജോബ് ബെറ്റർ. ശരിയല്ലേ? ടീച്ചർമാർ അവരുടെ ജോബ് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആണെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ റിസൾട്ട് കുട്ടികളിൽ ഉണ്ടാകുന്ന ആ ഒരു ഔട്ട്കം തന്നെയായിരിക്കും. സോ അത് തന്നെയാണ് കിംപാൾ വൈൽസും പറഞ്ഞത്. പിന്നെ എന്താ, ഓക്കെ, ഹാരോൾഡ് സ്പിയേഴ്സ് അടുത്ത ആള്. ഹാരോൾഡ് ആണ് കേട്ടോ. അവിടെ ഹാർലഡ് എന്നാ കൊടുത്തിരിക്കുന്നത്, HAROLD ആണ്. ഹാരോൾഡ് സ്പിയേഴ്സ്. അദ്ദേഹം എഡ്യൂക്കേഷൻ സൂപ്പർവിഷന്റെ ഒരു പ്രൊമിനന്റ് ഫിഗർ ആണ്. അദ്ദേഹം പറയുന്നത് ഇംപ്രൂവിങ് ദ സൂപ്പർവിഷൻ ഓഫ് ഇൻസ്ട്രക്ഷൻ. അത് ഫോക്കസ് ചെയ്തിരിക്കുന്നത് ടീച്ചിങ്ങും അതുപോലെ തന്നെ ലേണിങ്ങും, ആ ഒരു പ്രോസസ് അത് എഫക്റ്റീവായിട്ട് കൊണ്ടുപോകണം. അതാണ് അദ്ദേഹം പറയുന്നത്. നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസ് അത് ഇംപ്രൂവ് ചെയ്യുക, സ്റ്റുഡൻസ് ലേണിംഗ് അത് ഇംപ്രൂവ് ചെയ്യുക. ഓക്കെ, ആ രീതിയിൽ കൊണ്ടുപോകണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ ഒരു ടീച്ചർ കുട്ടികളുമായിട്ട് ഇന്ററാക്ട് ചെയ്യുന്നത് ഒബ്സർവ് ചെയ്യുക, എന്നിട്ട് അവിടെ ആ ടീച്ചർ കുട്ടികൾക്ക് കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻസിൽ അതിനെ എങ്ങനെ മോർ ക്വാളിറ്റി ഉള്ളതാക്കണം, അത് ഒക്കെ വേണ്ടുന്ന ഗൈഡൻസ് ടീച്ചർക്ക് കൊടുക്കുക, അങ്ങനെ ഇംപ്രൂവ് ചെയ്യുക എന്നുള്ളത്. ആ സൂപ്പർവിഷൻ, ആ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ള ഒരു സൂപ്പർവിഷൻ, ആ ഒരു രീതിയിലാണ് ഹാരോൾഡ് സ്പിയേഴ്സ് പറഞ്ഞത്. ഒരു സർവീസ് ആണ് പ്രൊവൈഡഡ് ബൈ ദ സ്റ്റേറ്റ് ഫോർ ഹെൽപ്പിംഗ് എഡ്യൂക്കേറ്റേഴ്സ് ആൻഡ് എഡ്യൂക്കേഷണൽ അഡ്മിനിസ്ട്രേഷൻ ടു ഡു എ ബെറ്റർ ജോബ്. എല്ലായിടത്തും ഔട്ട്കം എന്താ വരുന്നത്? നമ്മുടെ സ്റ്റുഡന്റ് റിലേറ്റഡ് ആയിരിക്കും ഔട്ട്കം ആയിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത ആള് വരുന്നുണ്ട് ബെർണാഡ് ഗുഡിയർ. അപ്പൊ ഇവിടെ എല്ലാവരും ഉദ്ദേശിക്കുന്ന ഫോക്കസ് ചെയ്യുന്ന സെയിം കാര്യങ്ങൾ തന്നെയാണ്. സൂപ്പർവിഷൻ ഇദ്ദേഹം പറയുന്നത്, ബെർണാഡ് ഗുഡിയർ പറയുന്നത്, അദ്ദേഹം പറയുന്നത് സൂപ്പർവിഷൻ എന്ന് പറയുന്നത് ഒരു പ്രൊഫഷണൽ ആയിട്ടുള്ള ഒരു സീനിയർ പേഴ്സൺ ജൂനിയേഴ്സിന് കൊടുക്കുന്ന ഒരു അസിസ്റ്റൻസ്,
സപ്പോർട്ട്, ഒരു ഗൈഡൻസ്, ആ രീതിയിൽ വേണം സൂപ്പർവിഷൻ പോകേണ്ടത് എന്നാണ് ബെർണാഡ് കുട്ടിയർ പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്കിത് കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് കാര്യങ്ങൾ കളക്ട് ചെയ്തിട്ട് ഡീറ്റെയിൽ ആയിട്ട് പറയാം. അപ്പോഴേക്കും എക്സാം ഒക്കെ തീർന്ന് എല്ലാവരും അതൊന്ന് കളക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു വിചാരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഇനി നമ്മളുടെ ക്ലാസ് ആഫ്റ്റർ വിഷു എല്ലാ തേഴ്സ്ഡേ ആയിരിക്കും കേട്ടോ. ഞാൻ എവറി തേഴ്സ്ഡേ ആണ് ശരിക്കും അസൈൻ ചെയ്തേക്കണേ. എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെങ്കിൽ അല്ലാതെ വരുള്ളൂ. സോ എല്ലാവർക്കും എന്റെ വിഷു ആശംസകൾ. ഈസ്റ്ററിന് മുമ്പ് നമ്മൾ കണ്ടുവിട്ടു. ഓ, തേഴ്സ്ഡേ മേ ബി അവധിയായിരിക്കും അല്ലെ? തേഴ്സ്ഡേ അത് മോണ്ടി തേഴ്സ്ഡേ ആണോ? എനിവൺ? തേഴ്സ്ഡേ, അതെ. പിന്നെ ഗുഡ് ഫ്രൈഡേ അതെല്ലാം കഴിഞ്ഞ് അങ്ങനെ വരുന്നത്. അപ്പൊ ഈസ്റ്റർ ആശംസകളും വിഷു ആശംസകളും. സെയിം ടു യു മാം. മാമിന് വിശ്വാസം. താങ്ക് യു. ഒരു ഉയർത്തെഴുന്നേൽപ്പിന്റെ സമയത്തായിരിക്കും ഇനി നമ്മൾ കാണുന്നത്. അപ്പൊ എല്ലാരും ഒന്ന് വളരെ എനർജറ്റിക് ആയിട്ട് ഉയർത്തെഴുന്നേൽക്കട്ടെ ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോഴേക്കും. മിസ്സേ 1 മിനിറ്റ്. മിസ് കഴിഞ്ഞ ആഴ്ച ഞാൻ പെട്ടെന്ന് ഇടി വന്നതുകൊണ്ട് ഞാൻ ലീവായിരുന്നു. അപ്പൊ മിസ് സ്ഥലം എവിടെയാന്ന് എന്നോട് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പത്തേക്ക് എന്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ തെറിച്ചു പോയി ഇടി കാരണം. അതുകൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു, റിപ്ലൈ തരാൻ പറ്റിയില്ല. ഓക്കെ മാം, ഞാൻ ഇരിക്കുകയാണ്. ഫോൺ തെറിച്ചു പോയി എന്ന് പറഞ്ഞപ്പോ ഞാൻ ആലോചിക്കണേ, ഈ വാട്സാപ്പിൽ ഒരു വീഡിയോ വരുമല്ലോ, വീഡിയോ നോക്കുമ്പോഴേക്കും വീഡിയോ തുറന്നു വരുന്ന ഏതെങ്കിലും മോൺസ്റ്ററിന്റെ രൂപമായിരിക്കും. അത് കാണുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ഫോൺ പോണെന്ന് അതാ ഞാൻ ഓർത്തത്. ഫോണൊക്കെ തെറിച്ചു പോയി. എന്നിട്ട് ഫോൺ ശരിയായോ? ഫോൺ ഓക്കെ ആണോ? ഇപ്പൊ എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട് മാം. ഇച്ചിരി ഹാങ് ആയ പോലെ എന്തൊക്കെയോ കംപ്ലൈന്റ് ഉണ്ട്. തെറിച്ചു പോയി. ഭയങ്കര ഇടിയായിരുന്നു. ഞാൻ ചെറിയ ഇടിയ വന്നപ്പോ ക്ലാസ് അറ്റൻഡ് ചെയ്യുമായിരുന്നു. അത് കഴിഞ്ഞ് പെട്ടെന്ന് തെറിച്ചു പോയി എന്റെ കയ്യിൽ നിന്ന്. ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു മിസ് പറയുന്നത്. തല എവിടെ ഇരിക്കോ? ഇടിക്കാ മാം. കട്ടപ്പന. ഇടുക്കിയിൽ 2 സ്ഥലത്ത് ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ട്, പൈനാവിലും നെടുങ്കണ്ടത്തും. ഓക്കെ മാം. ഓക്കെ അപ്പൊ എല്ലാവർക്കും എല്ലാ ആശംസകളും. ബി ഹാപ്പി. ആൻഡ് കുട്ടികളൊക്കെ വെക്കേഷൻ ആയിട്ട് അമ്മമാരിങ്ങനെ ക്ലാസ്സിലിരിക്കുന്നവർക്ക് നല്ല ബുദ്ധിമുട്ടുണ്ടാവും അല്ലെ? കുട്ടികളും ഇടയ്ക്ക് വരും ക്ലാസ് കേട്ടോണ്ടിരിക്കുമ്പോഴാ വരുന്നത്. അവരെ പറഞ്ഞയക്കും, എന്തെങ്കിലും എൻഗേജ് ചെയ്ത് വെച്ചിട്ട് ക്ലാസ് കേൾക്കാൻ വരും. പ്രത്യേകിച്ച് ക്ലാസിന്റെ സമയത്തെ ഫുഡ് കഴിക്കാൻ വരുള്ളൂ. ശരി. ചോദിക്കുമ്പോ ആൻസർ പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഈ ഉച്ചയുടെ സമയം കൂടി ആയത് കൊണ്ടേ ഭയങ്കര ചെറിയ ബേബിയെ കണ്ടുണ്ടല്ലേ? ഉണ്ടേ. അത് സമ്മതിക്കുന്ന ടീച്ചർ ഇപ്പൊ ചോദിച്ചല്ലോ ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇന്ററാക്ഷൻ എന്താ പറയാൻ വേണ്ടി നിക്കുമ്പോഴേക്കും ഇവിടെ ഭയങ്കര സൗണ്ട്. ഡൗട്ട് ചോദിക്കാണ്. എക്സാമിനെ ഇപ്പം സാറ് മ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മള് എക്സാം എഴുതിക്കൊണ്ടിരിക്കുമ്പോ. എല്ലാരും ഇങ്ങനെ പറയുന്നത് അറിഞ്ഞു. ഇന്നലെ ആരോ എന്നോട് പറഞ്ഞു. ഞാൻ അതൊന്ന് കൺഫേം ചെയ്യാം. അപ്പൊ മേ ബി നിങ്ങൾ സബ്മിറ്റ് ചെയ്യുമ്പോൾ ഒരു റോൾ നമ്പർ നോട്ട് ചെയ്യുന്നുണ്ടോ, വിളിച്ച് പറയുന്നുണ്ടോ? ഞാൻ 1/2 മണിക്കൂർ ഇന്നലെ വെയിറ്റ് ചെയ്തു. സാറ് പറയുന്നുണ്ടോ, എന്നിട്ട് ഞാൻ രണ്ടാമത് വീണ്ടും അറ്റൻഡ് ചെയ്തിട്ട് ഫുള്ളാക്കി വെച്ചിട്ട് കുറെ നേരം ഇങ്ങനെ വെയിറ്റ് ചെയ്ത് സബ്മിറ്റ് ചെയ്ത് ഇനി എന്തെങ്കിലും വരുമോ രണ്ടാമത്, അതും അറിയില്ലല്ലോ. ചെക്ക് ചെയ്യാം. ഞാൻ രണ്ടാമത് സബ്മിറ്റ് ചെയ്തു. എന്നിട്ട് പിന്നെ സാറോട് ഞാൻ ഇങ്ങനെ മെസ്സേജ് വിടുന്നുണ്ട് ഇതില്. അപ്പൊ പിന്നെ സാറ് പോയിക്കോളൂ, അത് സബ്മിറ്റ് ആയിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 പ്രാവശ്യം സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ രണ്ടാമത് ചെയ്യുമ്പോഴത്തേനും വെപ്രാളായി ആദ്യം. അത് ഞാനൊന്ന് ചോദിക്കട്ടെ. അത് ഇന്നലെ നൈറ്റ് ആയപ്പോഴേക്കും ആരോ എനിക്ക് മെസ്സേജ് അയച്ചു എക്സാം കഴിഞ്ഞ ഉടനെ, ഇതുപോലെ ഇങ്ങനെ പ്രശ്നമുണ്ട്. കൃഷ്ണ പികയാന്ന് തോന്നുന്നു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഞാൻ അത് എന്തായാലും ഒന്ന് വെരിഫൈ ചെയ്തേക്കാം. കുഴപ്പമൊന്നും ഉണ്ടാവില്ല, എല്ലാവരുടെയും സബ്മിറ്റ് ആയിട്ടുണ്ടാവും. നോ ഇഷ്യൂ. അതിൽ പിന്നെ ഇത് ആയില്ലേന്ന് കരുതി രണ്ടാമത് വീണ്ടും സബ്മിറ്റ് ചെയ്തു. ഇത് പറയണ്ടേ നമ്മളോട്, അറിയില്ലല്ലോ. ഇത്രയും നേരം നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്ത് പിന്നെ ലാസ്റ്റ് മിനിറ്റിൽ ആയില്ല എന്ന് ചിലവരോട് പറയുന്നുണ്ട്. അപ്പൊ പിന്നെ നമുക്ക് അത്രയും വെയിറ്റ് ചെയ്യണ്ട വെച്ചിട്ടാ വീണ്ടും സബ്മിറ്റ് ചെയ്യുന്നത്. കാരണം എനിക്ക് തോന്നുന്നു മെയിൻ എക്സാം ആവുമ്പോ ഇങ്ങനെ ഡിസ്റ്റർബൻസ് വരാതിരിക്കാൻ വേണ്ടി അവർ അങ്ങനെ ചെയ്യുന്നതാണ്. കാര്യം നല്ലതാണ്. പക്ഷെ ഇങ്ങനെ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് ഇതാവുമ്പോ 1 അവറിന്റെ ഇടയിൽ പിന്നെ നമ്മൾ വീണ്ടും അത് അഥവാ വല്ല ഇഷ്യൂ കാരണം സബ്മിറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് വീണ്ടും ചെയ്യണമല്ലോ. അതിന്റെ ഒരു ബുദ്ധിമുട്ട്. ഓക്കെ, മനസ്സിലായി. ചോദിക്കാം. ഓക്കെ, ബൈ. ഹാപ്പി വിഷു. താങ്ക് യു. ഹാപ്പി വിഷു മാം. എല്ലാവർക്കും എന്റെ ആശംസ.
വളരെ എനർജറ്റിക് ആയിട്ട് എല്ലാവരും ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ, വിഷു ഈസ്റ്റർ ഒക്കെ കഴിയുമ്പോൾ തിരിച്ചു വരട്ടെ.